بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء المرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك خير هذا اليوم وخير ما بعده، ونعوذ بك من شر ما في هذا اليوم وشر ما بعده يا رب العالمين. اللهم يا حي يا قيوم برحمتك نستغيث، أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. സഹോദരങ്ങളെ, വെള്ളിയാഴ്ച മഗ്‌രിബിന് ശേഷമുള്ള മജ്‌ലിസിൽ അല്ലാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കാതെ പോകാനുള്ള കാരണങ്ങൾ, ആ വിഷയത്തിൽ 7 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്നാണ് എൻ്റെ ഓർമ്മ, അല്ലേ? 7 കാര്യങ്ങളല്ലേ? അതിൻ്റെ തുടർച്ചയായി ചില കാര്യങ്ങൾ ആദ്യം എന്നെയും തുടർന്ന് നാം ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്താനാണ് ഈ സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ തൗഫീഖ് നമ്മിൽ നിന്ന് അകലാനുള്ള 8ാമത്തെ കാരണമായി പണ്ഡിതന്മാർ പറയുന്നു, അദ്ദുനൂബ് വൽ മആസി, തിന്മകളും പാപങ്ങളും. അദ്ദുനൂബ് വൽ മആസി സബബുൻ ലിഹവാനിൽ അബ്ദി അലാ റബ്ബിഹി. തിന്മകളും പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമയെ നിന്ദിക്കാൻ, അവനെ കൈവടിയാൻ പ്രധാനപ്പെട്ട കാരണമാണ്. അള്ളാഹു ഒരാളെ നിന്ദിച്ചാൽ, അള്ളാഹു ഒരാളെ വഷളാക്കാൻ ഉദ്ദേശിച്ചാൽ, ആരാണ് അവനെ ഉയർത്താനും ആദരിക്കാനും ഉണ്ടാകുക? അള്ളാഹു ഒരാളെ വഷളാക്കാൻ ഉദ്ദേശിച്ചാൽ, അവൻ ദുനിയാവിൽ എത്ര പ്രമാണിയാണെങ്കിലും, എത്ര വലിയ അധികാരിയാണെങ്കിലും, അറിവുള്ളവനാണെങ്കിലും, സമ്പന്നനാണെങ്കിലും, ആരാണെങ്കിലും ശരി, ഏത് ഹോജയാണെങ്കിലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ വഷളാക്കാൻ ഉദ്ദേശിച്ചാൽ അവനെ ആദരിക്കാനോ ബഹുമാനിക്കാനോ ആർക്കും സാധിക്കുകയില്ല. ആർക്കും അവന്റെ പദവി ഉയർത്താൻ സാധിക്കുകയില്ല. അല്ലാഹു പറഞ്ഞതാണത് സൂറത്തുൽ ഹജ്ജിലൂടെ. വമൻ യുഹിനില്ലാഹു ഫമാ ലഹു മിൻ മുക്രിം ഇന്നല്ലാഹ യഫ്അലു മാ യശാ. അല്ലാഹു ആരെങ്കിലും അപമാനിതനാക്കിയാൽ അവനെ ബഹുമാനിതനാക്കാൻ, അവനെ ആദരിക്കാൻ ആരുമില്ല, ആർക്കും സാധിക്കുകയില്ല. അല്ലാഹുവാണ് നിന്ദിക്കുന്നവനും അപമാനിക്കുന്നവനും ഉയർത്തുന്നവനും ആദരിക്കുന്നവനും. ഇന്നല്ലാഹ യഫ്അലു മാ യശാ. അതാർക്ക്, എങ്ങനെ, ഏതു രൂപത്തിൽ, ആരതർഹിക്കുന്നു, ആർക്ക് നൽകണം, ആർക്ക് തടയണം എന്നറിയുന്നവൻ അല്ലാഹുവാണ്. അവന്റെ കൃത്യമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ, പൂർണ്ണമായ യുക്തിയുടെ അടിസ്ഥാനത്തിൽ അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ഉയർത്തും, അവൻ ഉദ്ദേശിക്കുന്നവരെ താഴ്ത്തും, അപമാനിതനാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അപമാനം ഏറ്റുവാങ്ങുന്നവരിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരാണ്, അല്ലാഹുവിന്റെ തൗഫീഖിൽ നിന്ന് അകലുന്നവരിൽ ഏറ്റവും നിർഭാഗ്യവാന്മാരാണ് തിന്മകളിലും പാപങ്ങളിലും മുഴുകുന്നവർ. ആരൊക്കെ അവർ ആദരിച്ചാലും ശരി, ദുനിയാവിലെ ഏറ്റവും മെച്ചപ്പെട്ടവരായി ആളുകൾ അവരെ പുകഴ്ത്തിപ്പാടിയാലും ശരി, അല്ലാഹു വഷളാക്കിയാൽ ഒരാളും അവരെ ആദരിക്കാനുണ്ടാകുകയില്ല. وَإِذَا هَانَ الْعَبْدُ عَلَى اللَّهِ انقطعت عنه موارد التوفيق واتصلت به أسباب الخذلان. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ അവഗണിച്ചാൽ, നിന്ദിച്ചാൽ, അല്ലാഹുവിൽ നിന്നുള്ള തൗഫീഖിന്റെ കവാടങ്ങൾ അവനെ തൊട്ട് കൊട്ടിയടക്കപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്നുള്ള കൈയൊഴിയലും സഹായമില്ലായ്മയും അല്ലാഹുവിന്റെ തൗഫീഖിൽ നിന്ന് അകലമുണ്ടാകലും അവന് സംഭവിക്കും. ഫലാ ഇക്റാമ അഅല മിൻ ഇക്റാമില്ലാഹിൽ അബ്ദ അലാ ശുക്രി വലാ ഇഹാനത ഔദഉ മിൻ ഇഹാനതിഹി അലാ കുഫ്രി. ഉലമാക്കളിൽ ചിലർ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി ചെയ്ത് അവനെ വഴിപ്പെട്ട് അവനെ അനുസരിച്ച് തിന്മകളിൽ നിന്ന് സുരക്ഷിതനായി
ജീവിക്കുന്ന അവന്റെ അടിമ, അവൻ അള്ളാഹു നൽകുന്ന ആദരവിനേക്കാൾ വലിയ ആദരവില്ല. അവൻ അള്ളാഹു നൽകുന്ന പദവിയേക്കാൾ, സ്ഥാനത്തേക്കാൾ വലിയ പദവിയും സ്ഥാനവുമില്ല. അത് കിട്ടണമെങ്കിൽ അള്ളാഹുവിന്റെ ആദരവും സ്ഥാനവും അള്ളാഹുവിൽ നിന്നുള്ള പദവി ഉയർത്തലൊക്കെ കിട്ടണമെങ്കിൽ എന്ത് വേണം? അള്ളാഹു പറഞ്ഞതനുസരിച്ച് അവന് നന്ദിയുള്ള അടിമയായി ജീവിക്കണം. അപ്പോൾ അള്ളാഹുവിന്റെ തൗഫീഖും അവന്റെ ആദരവും അവന് ലഭിക്കും. ജനങ്ങൾക്കിടയിൽ അവൻ സ്വീകാര്യനാകും. ജനങ്ങളുടെ മനസ്സിൽ അവനോടുള്ള ഇഷ്ടവും താല്പര്യം അള്ളാഹു ഇട്ട് കൊടുക്കും. കാരണം എന്താ? ഈ ജനങ്ങളുടെ കൽബും ഈ മനുഷ്യന്റെ കൽബ് നിയന്ത്രിക്കുന്ന അള്ളാഹുവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ ഇന്നൽ ഖൽബ ബൈന ഉസ്ബുഐനി മിൻ അസാബിഇർ റഹ്മാൻ ഇൻഷാ അൻ യുഖീമഹു അഖാം വ ഇൻഷാ അൻ യുസീഗഹു അസാ. ആദം സന്തതികളുടെ ഹൃദയങ്ങൾ ഒന്നടങ്കം അള്ളാഹുവിന്റെ അടുക്കൽ അവന്റെ 2 വിരലുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരൊറ്റ കൽബിനെ പോലെയാണ്. അവൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ അതിനെ നേരെയാക്കും. ഉദ്ദേശിക്കുന്നവർക്ക് അർഹിക്കുന്ന രൂപത്തിൽ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അർഹതയുള്ള രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൽബിനെ തെറ്റിക്കുന്ന അവസ്ഥയും ഉണ്ടാകും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആദരവ് ലഭിക്കണമെങ്കിൽ അവന് നന്ദിയുള്ള, തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന ജീവിതം കാഴ്ചവെക്കുന്നവനാകണം. വലാ ഇഹാനത ഔദഉ മിൻ ഇഹാനതിഹി അലാ കുഫ്രിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിച്ച് കുഫ്ർ ചെയ്ത് തോന്നിവാസം ചെയ്ത് ജീവിക്കുന്ന ഒരുത്തന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തുന്ന നിന്ദ്യത, അവഗണന, വഷളത്തരം, അതിനേക്കാൾ വലിയ അപമാനവും വഷളത്തരവും ഇല്ല എന്ന് മുൻഗാമികൾ ചിലർ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ശൈഖ് സാലിഹ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അദ്ദുനൂബു ഖദ് തഹൂലു ബൈനൽ ഇൻസാൻ വതൗഫീഖിഹി ഫലാ യുവഫഖു വലാ യുജാബു ദുആഉ. തിന്മകൾ ഒരു മനുഷ്യനും അള്ളാഹുവിന്റെ തൗഫീഖിനുമിടയിൽ മറയിടും. തിന്മകൾ പ്രവർത്തിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കുകയില്ല. അള്ളാഹുവിന്റെ തൗഫീഖ് അവന് മറയ്ക്കു പിന്നിലായിരിക്കും. അള്ളാഹുവിന്റെ തൗഫീഖിനെ തൊട്ടവൻ മറയിടപ്പെടുന്നവനാകും. ഫലാ യുവഫഖു വലാ യുജാബു ദുആഉഹു. മാത്രവുമല്ല, തിന്മകൾ പ്രവർത്തിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കില്ല എന്നതു മാത്രമല്ല അവന്റെ ദുആക്ക് ഉത്തരം ലഭിക്കപ്പെടുകയുമില്ല. വൽഇയാദു ബില്ലാഹ്. നമുക്കറിയാലോ, ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിലൂടെ പറഞ്ഞ ഒരു മനുഷ്യന്റെ കഥ. ആ മനുഷ്യൻ ദീർഘദൂരം യാത്ര ചെയ്ത് ക്ഷീണിച്ചവശനായി, ഭാദേയം തീർന്നുപോയി, ദുർബലനായി, ആശ്രിതനായി, മുടിയെല്ലാം ജടപിടിച്ച്, ശരീരത്തിൽ പൊടി, യാത്രാക്ഷീണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അങ്ങേറ്റത്തെ താഴ്മയോടെ ഞാൻ അള്ളാഹുവിന്റെ ഓശാരം പറ്റുന്നവനാണ് എന്ന ബോധത്തോടെ അള്ളാഹുവിനോട് മനം പൊട്ടി അള്ളാഹുവിനെ വിളിക്കുക, യാ റബ്ബ്, യാ റബ്ബ്, എന്റെ റബ്ബേ, റബ്ബേ. അള്ളാഹുവിനെ റബ്ബേ എന്നവന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അർ-റബ്ബ് എന്ന നാമത്തെ മുൻനിർത്തി വിളിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅന്നാ യുസ്തജാബു ലഹു. ഈ മനുഷ്യൻ എങ്ങനെ ഉത്തരം ലഭിക്കാനാണ്? നോക്കൂ നിങ്ങൾ, ദുആക്ക് ഉത്തരം ലഭിക്കാനുള്ള ഒരുപാട് കാരണങ്ങൾ അദ്ദേഹത്തിന് സമ്മേളിച്ചിട്ടുണ്ട്. ഒന്നെന്താണ്? അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞാൽ ഞാൻ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ് എന്ന ബോധമാണ്. അപ്പൊ എന്താവും? നമ്മുടെ ദുആക്ക് നിലവാരം കൂടും, താഴ്മ കൂടും, വിനയം കൂടും. ദുആ നമ്മുടെ ഉള്ളു തൊട്ട് നാവിൽ തുളുമ്പും. ഞാൻ അള്ളാഹുവിന്റെ ഓശാരം പറ്റുന്നവനാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായത്തിന് സദാ കേഴേണ്ടവനാണ് എന്ന ആശ്രിതത്വ ബോധം, ഉബൂദിയത്തിന്റെ ഭാവം, ഇതാണ് അള്ളാഹുവിന്റെ സഹായം ലഭിക്കാൻ, അവൻ ദുആ സ്വീകരിക്കാനുള്ള പ്രധാനപ്പെട്ട ഗുണം. അയാൾക്കതുണ്ട്. യാത്രക്കാരന്റെ ദുആക്ക് പ്രത്യേക ഇജാബത്തുണ്ട്, അല്ലേ? അതുപോലെ തന്നെ അയാളുടെ വസ്ത്രവും മുടിയൊക്കെ ജടപിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ദുആ ചെയ്യണമെന്നല്ല. അത്രമേൽ അയാൾ അതൊന്ന് കുളിച്ച് വൃത്തി വരുത്തി, അങ്ങനെ ഭൗതികമായ തന്റെ വസ്ത്രത്തിന്റെ കാര്യം പോലും അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല. അത്രമേൽ അള്ളാഹുവിനോട് ആവശ്യക്കാരനാണെന്ന് മനസ്സിലായല്ലോ. വിനയമാണ്. കുറച്ചൊക്കെ ഗർവവും അഹങ്കാരവും ഒക്കെ ഉള്ള ആളുകൾ നല്ല വസ്ത്രവും അതുപോലെ തന്നെ കുറച്ചൊക്കെ അത് പുറമേക്ക് പ്രകടിപ്പിച്ചൊക്കെ ആയിരിക്കും അവരെന്ത് ചെയ്യുക, അള്ളാഹുവിനോട് ഇബാദത്ത് വരെ പ്രകടിപ്പിക്കുക. അത് ചെയ്യേണ്ടതില്ല എന്നല്ല, പക്ഷേ ആ മനുഷ്യന്റെ അവസ്ഥ അള്ളാഹുവിലേക്ക് അങ്ങേയറ്റം വിനയത്തിലും താഴ്മയിലുമാണ് എന്നാണ് അവിടെ അറിയിക്കുന്നത്. മാത്രമല്ല അള്ളാഹിന്റെ അസ്മാഉൽ ഹുസ്ന മുൻനിർത്തിയിട്ടാണ് അദ്ദേഹം വിളിക്കുന്നത്.
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്ങനെ അദ്ദേഹത്തിന്റെ ദുആക്ക് ഉത്തരം ലഭിക്കാനാണ്? എന്താ കാരണം? വമത്അമുഹു ഹറാം മൽബസുഹു ഹറാം വമശ്റബുഹു ഹറാം വഉദിയ ബിൽ ഹറാം. അദ്ദേഹം തിന്നതും കുടിച്ചതും ഉടുത്തതും സമ്പാദിച്ചതും എല്ലാം ഹറാമാണ്. തിന്മകളിലൂടെയാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യവും. ഹലാലായ മാർഗത്തിലൂടെയല്ല അദ്ദേഹത്തിന്റെ ജീവിതം. തിന്മകളിൽ മുങ്ങിക്കുളിച്ചവനാണ്. എന്നിട്ടാണ് ഈ തേടുന്നത്. ഫഅന്നാ യുസ്തജാബു ലഹ്. അയാൾക്ക് എങ്ങനെ ഉത്തരം ലഭിക്കാനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ അത് മുൻനിർത്തി ഓർമ്മപ്പെടുത്തുകയാണ്. യാ അസീറൽ ദുനൂബി തുബ് ആഇദൻ മിൻഹാ ബിഗഫാരിഹൽ മഖൂഫി ഇഖാബുഹു فقدين التوفيق من دأبه في كل ما شاء صبره واحتسابه. ഓ തിന്മകളിൽ തടവിലാക്കപ്പെട്ടവനെ, തിന്മകളുടെ കാരാഗ്രഹങ്ങളിൽ ജീവിതം ഒടുക്കിയവനെ, നീ ഗഫാറായ റഹീമായ റഹ്മാനായ റബ്ബിനെ പേടിച്ചുകൊണ്ട് അവന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് അവനിലേക്ക് തൗബ ചെയ്തു മടങ്ങൂ. അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കുന്ന തൗഫീഖിന്റെ കരീൻ, തൗഫീഖിന്റെ സഹയാത്രികൻ, അവന്റെ നടപടിക്രമം, അവന്റെ നിത്യജീവിതത്തിലെ ചര്യ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ക്ഷമയോടെ പ്രതിഫലേച്ഛയോടെ തിന്മകളിൽ നിന്ന് തൗബ ചെയ്തു മടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്നതാണ് എന്ന് മുൻഗാമികൾ പറയുന്നു. വമതാ താബൽ അബ്ദു അനാബ ജാഅഹു തൗഫീഖ്. അപ്പൊ തിന്മകൾ സംഭവിക്കും. നമുക്ക് മനുഷ്യന്മാരുടെ പ്രകൃതമാണത്. തിന്മകൾ സംഭവിക്കാതിരിക്കുക എന്നുള്ളത് ആരുടെ പ്രത്യേകതയാണ്? മലക്കുകളുടെ പ്രത്യേകതയാണ്. നമ്മൾ മനുഷ്യന്മാരാണ്, തിന്മകൾ സംഭവിക്കും. കുല്ലു ഇബ്നു ആദമ ഖത്താഉൻ വഖൈറുൽ ഖത്താഇന അത്തവ്വാബൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ ആദമിന്റെ മക്കളും മനുഷ്യരായി പിറന്നവരും തെറ്റു സംഭവിക്കുന്നവരാണ്. പക്ഷെ തെറ്റു സംഭവിച്ചാൽ എന്ത് ചെയ്യണം? തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് തന്നെ സഞ്ചരിക്കുകയാണോ? തെറ്റിൽ ഉറച്ചു നിൽക്കുകയാണോ? ഉടനടി ആ തെറ്റ് തെറ്റാണെന്ന ബോധത്തോടെ, അങ്ങേയറ്റത്തെ ഖേദത്തോടെ, ഇനി ഒരിക്കലും മടങ്ങുകയില്ല എന്ന ബോധ്യത്തോടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് ആ തെറ്റിനെ മുച്ചൂടും പിഴുതെറിഞ്ഞ് നന്മയിൽ മുന്നേറണം. ഇതാണ് തെറ്റ് സംഭവിച്ചാൽ നമ്മൾ ചെയ്യുന്നത്. ഉടനടി തെറ്റ് സംഭവിച്ചാലുള്ള ഫസ്റ്റ് എയ്ഡ് ഇതാണ്. ഉടനടി അത് ചെയ്യണം. അങ്ങനെയാണ് അതിനെ ചികിത്സിക്കേണ്ടത്. തെറ്റെന്ന, തിന്മയെന്ന, ഹറാമെന്ന രോഗത്തെ ചികിത്സിക്കേണ്ടുന്ന ഒന്നാമത്തെ ചികിത്സ ഇതാണ്. ഉടനടി മടിച്ചുകൂടാ. ഇങ്ങനെ അപ്പോൾ ആ തെറ്റ് ചെയ്യുന്ന സമയത്ത്, തെറ്റിലായിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ തൗഫീഖിൽ നിന്ന് നമ്മൾ അകലും. നമ്മുടെ ദുആ തടയപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നമുക്ക് ലഭിക്കൂല. അപ്പൊ പിന്നെ തെറ്റ് കാരണമായി നമുക്ക് തടയപ്പെട്ട തൗഫീഖ് വീണ്ടെടുക്കാൻ എന്താ ചെയ്യേണ്ടത്? തൗബ ചെയ്യണം, നന്മയിൽ മുഴുകണം. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, വമതാ താബൽ അബ്ദു വ അനാബ. അപ്പോൾ തെറ്റു സംഭവിച്ചാൽ എപ്പോഴാണ് ഒരു അടിമ തൗബ ചെയ്യുന്നത്, അള്ളാഹുവിലേക്ക് മടങ്ങുന്നത്, നന്മകളിൽ മുന്നേറുന്നത്? ജാഅഹു തൗഫീഖ്. അവന് നഷ്ടപ്പെട്ട തൗഫീഖ് തിരിച്ചു വരും. അവന് നഷ്ടപ്പെട്ട തൗഫീഖ് തിരിച്ചു വരും. അള്ളാഹുവിന് തിരിച്ചു നൽകും. യത്ലുബുഹു കമാ തത്ലുബുൽ ഉമ്മു വഹീദഹാ വഖദ് ഫഖദ്തു. തൗഫീഖ് അവൻ എങ്ങനെ തേടി വരും? പണ്ഡിതന്മാർ പറയുന്നു, ഒരു ഉമ്മ, ആ ഉമ്മാക്ക് ഒരേ ഒരു മോനുള്ളൂ, ഒറ്റ പൈതൽ. ആ കുട്ടിയെ നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ട കുഞ്ഞിനെ ഉമ്മ എങ്ങനെ തേടി അലയും? ഈ ദുനിയാവിന്റെ ഏതെങ്കിലും കോണിൽ ആ കുഞ്ഞുണ്ടെങ്കിൽ ഉമ്മ തേടി അലഞ്ഞ ആ കുട്ടിയെ കണ്ടുപിടിച്ചിരിക്കും ഇൻഷാ അല്ലാഹ്. ഇല്ലേ? തന്നെ തന്റെ നെഞ്ചോട് ചേർത്ത് വെച്ച കരളിന്റെ കഷ്ടമായ ഒരേ ഒരു കുഞ്ഞിനെ ഉമ്മ എങ്ങനെ തേടി വരും? അങ്ങനെ ആ നഷ്ടപ്പെട്ട തൗഫീഖ് തൗബയിലൂടെ നമ്മെ തേടി വരുന്നതാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മാത്രമല്ല, ഫലാ ജറമ ഫല്ലാഹു സുബ്ഹാനഹു വ തആല അശദ്ദു ഫറഹൻ ബിതൗബതി അബ്ദിഹി ഹീന യതൂബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു ഉമ്മാടെ ഉപമ പറഞ്ഞില്ലേ? ആ ഉമ്മാക്ക് ആ കുട്ടിയെ തിരിച്ചു കിട്ടിയാൽ എത്ര സന്തോഷം ഉണ്ടാവും. അതിനേക്കാൾ അശദ്ദു ഫറഹൻ ബിതൗബതി അബ്ദിഹി ഹീന യതൂബ്. തന്നോട് ധിക്കാരം പ്രവർത്തിച്ച തന്റെ അടിമകൾ അള്ളാഹുവിനോട് അത് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത് അവനിലേക്ക് മടങ്ങിയാൽ, തിരിഞ്ഞു നടന്നാൽ, അള്ളാഹു ആ പിഞ്ചോമനെ വീണ്ടു കിട്ടിയ ഉമ്മക്കുണ്ടായ സന്തോഷത്തെക്കാൾ അധികമായി, ശക്തമായി തന്റെ അടിമയുടെ തൗബ കൊണ്ട് അള്ളാഹു സന്തോഷിക്കും.
അള്ളാഹുവിന്റെ തൗഫീഖ് തിരിച്ചു വരും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആഇന് ഉത്തരം നൽകും. അതുകൊണ്ട് തിന്മകൾ സംഭവിച്ചാൽ പിന്നെ ആ തിന്മയിൽ തുടർന്നുകൂടാ. തൗബ ചെയ്ത് നന്മയിലേക്ക് തിരിച്ചു നടക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. ഇതാണ് എത്രാമത്തെ കാര്യം? 8ാമത്തെ കാര്യം. അള്ളാഹുവിന്റെ തൗഫീഖ് നമ്മിൽ നിന്ന് അകലാനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ട 8ാമത്തെ കാര്യം ഇതാണ്. 9ാമത്തെ കാര്യം അൽ മുജാഹറത്തു ബിൽ മആസി. തിന്മകൾ അത് പരസ്യമായി പ്രകടിപ്പിക്കുക എന്നുള്ളത്, പരസ്യമായി ചെയ്യുക. തിന്മകൾ രഹസ്യ ജീവിതത്തിൽ നമുക്ക് തിന്മകൾ സംഭവിക്കും. എന്നാൽ ആരുമറിയാതെ തന്റെ ഏകാന്തതയിൽ താനും തന്റെ ശഹവത്തും തനിച്ചാകുമ്പോൾ സംഭവിക്കാവുന്ന സാഹചര്യവശാൽ, സന്ദർഭവശാൽ വ്യതിചലിക്കാവുന്ന തിന്മയുടെ വാതായനങ്ങൾക്കപ്പുറത്ത് അള്ളാഹുവിനെ വെല്ലുവിളിച്ച് ധിക്കരിച്ച് പരസ്യമായി തിന്മകൾ ജനമധ്യത്തിൽ ചെയ്യുക എന്നത്, വിളംബരം ചെയ്യുക എന്നുള്ളത് മഹാതെറ്റാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് അന്യമാകാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ്. മുൻഗാമികളിൽ ചിലർ പാടി ഫകം മുഅ്ലിനിൻ ലിൽ ഫിത്രി വന്നാസു സുവ്വമുൻ യുജാഹിറു ഫിൽ ഇഫ്താരി ഫി തുറുഖാതി. ജനങ്ങളെല്ലാം നോമ്പെടുക്കുമ്പോൾ നോമ്പ് മുറിച്ച് താൻ നോമ്പ് മുറിച്ചവനാണ് എന്ന ജനമധ്യത്തിൽ വഴിയരികിൽ നിന്ന് പരസ്യപ്പെടുത്തുന്ന ആളുകൾ, അവരുടെ അവസ്ഥ എന്താണ്? അതുപോലെ നിങ്ങളാകരുത്. തിന്മകൾ നിങ്ങൾ പരസ്യപ്പെടുത്തരുത്. നോമ്പുകാലത്ത് നോമ്പ് മുറിക്കുക എന്ന് പറഞ്ഞാൽ, നോമ്പില്ലാതെ നടക്കുക എന്ന് പറഞ്ഞാൽ വലിയ തെറ്റാണ്. അതും പോരാഞ്ഞിട്ട് ജനങ്ങളുടെ മുമ്പിൽ കൂടെ നടന്നിട്ട്, നടുറോട്ടിൽ നടന്നിട്ട് ഞാൻ നോമ്പില്ലാത്തവനാണേ എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുക എന്നത് എത്ര വലിയ തിന്മയുടെ കടുപ്പമാണ്. അതുപോലെ തിന്മകൾ പരസ്യപ്പെടുത്തുന്നവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾക്ക് പുല്ലുവില കൽപ്പിക്കുന്നവരാണ്. തിന്മകൾ പരസ്യമായി ചെയ്യുന്നവർ അതുകൊണ്ട് ചെയ്യുന്നത് എന്താണ്? അവർ പറയാതെ പറയുകയും ചെയ്യാതെ ചെയ്യുകയും ചെയ്യുന്നത് എന്താണ്? അള്ളാന്റെ കൽപ്പനകൾക്ക് ജനമധ്യത്തിൽ പുല്ലുവില കൽപ്പിക്കുന്നു. മാത്രമല്ല, അവര് വില കൽപ്പിക്കുന്നില്ല എന്ന് മാത്രവുമല്ല, വതശ്ജീഉൻ അല ഇർതികാബിഹ, ആർക്കും ഇത് ചെയ്യാം, നിങ്ങൾ ചെയ്യടോ, ഞങ്ങളിതാ ചെയ്യുന്നു. ചെയ്യാത്തവർക്ക് തിന്മകളിൽ സഞ്ചരിക്കാനുള്ള പ്രോത്സാഹനവും പ്രചോദനവുമാണ് അവർ നൽകുന്നത്, അല്ലേ? അതെക്കാലത്തും തിന്മകളുടെ സ്വഭാവമാണ്. തിന്മ ചെയ്യുന്നവർ അടങ്ങിയിരിക്കും. തിന്മയിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങാത്തവർ അടങ്ങിയിരിക്കും? ഇല്ല. അവർക്കത് 4 ആൾക്ക് മുമ്പിൽ പറഞ്ഞ് 4 ആൾ അതിൽ കൂട്ടണം. തിന്മയുടെ പാർട്ടിയിൽ അവർക്ക് അംഗത്വം ഉണ്ടാക്കണം. അതാണല്ലോ ശൈത്താന്റെ പണി. ശൈത്താന് ഖിയാമത്ത് നാൾ വരെ എടുക്കുന്ന പണി അതാണല്ലോ. ശൈത്താനേക്കാൾ വലിയ കുറ്റവാളിയില്ല, പാപിയില്ല, ദോഷിയില്ല, ചെമ്മാടിയില്ല, ശപിക്കപ്പെട്ടവനില്ല, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെട്ടവനില്ല, അള്ളാഹുവിന്റെ തൗഫീഖ് അന്യമായവനില്ല. ശൈത്താൻ അടങ്ങിയിരിക്കുന്നുണ്ടോ? പരസ്യമായി തിന്മയിലേക്ക് ക്ഷണിക്കുന്നു, ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അവന്റെ പിശാചുക്കൾ അവൻ അഴിച്ചുവിടുന്നു. അവന്റെ കാലാൾപ്പടയെയും സൈന്യത്തെയും അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളിലേക്ക് വിന്യസിക്കുന്നു. ശൈത്താൻ തിന്മകൾക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നു, പ്രേരിപ്പിക്കുന്നു. ഈ പണിയാണ് തിന്മകൾ പരസ്യമായി ചെയ്യുന്ന മനുഷ്യ പിശാചുക്കളും ചെയ്യുന്നത്. സാക്ഷാൽ പിശാചിന്റെ പണി. അള്ളാന്റെ കൽപ്പനകൾക്ക് അല്ലാഹു ഉസ്ജുദൂ ലി ആദം, മലക്കുകളോടും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന സാക്ഷാൽ ഇബ്ലീസിനോടും സുജൂദ് ചെയ്യാൻ അള്ളാന്റെ കൽപ്പനയാണ്, നേർക്ക് നേരെയുള്ള കൽപ്പന. അബാ വസ്തക്ബർ, പറ്റൂല, എനിക്ക് പറ്റൂല. ഖലഖതനി മിൻ നാർ വഖലഖതഹു തീൻ അന ഖൈറും മിൻ, ഞാൻ അവനേക്കാൾ മെച്ചപ്പെട്ടവനാണ്. ആദം, നീ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച കേവലം മനുഷ്യൻ, ഞാൻ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ജിന്നുവർഗങ്ങളുടെ നേതാവ്. അഹങ്കാരം, ധിക്കാരം, പരസ്യമായി അള്ളാഹുവിനെ വെല്ലുവിളി. ഇതാണ് തിന്മകൾ പരസ്യമായി ചെയ്യുന്നവർ ചെയ്യുന്നത്. അതോടൊപ്പം വെറുതെ ഇരുന്നോ? ആദം നബിയെയും അദ്ദേഹത്തിന്റെ പത്നിയെയും അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ പഴം തിന്നാൻ ആ മരത്തോടടുക്കാൻ പ്രേരിപ്പിച്ചു, ഭംഗിവാചകങ്ങൾ പറഞ്ഞിട്ട്. അതിനെ എക്കാലത്തെയും തിന്മയുടെ ആളുകൾ തിന്മകളെ വല്ല ഭംഗിയുള്ള വാക്കുകൾ കൊണ്ട് അലങ്കരിച്ചിട്ട് ആളുകൾക്ക് ഉഷാറായി തോന്നിപ്പിക്കും. ഇത് സാക്ഷാൽ ഇവരുടെ
ഇമാമും അഇമ്മത്തുകളുടെ ഈ ശൈത്താന്മാരുടെ മനുഷ്യപിശാചുക്കളുടെ അഇമ്മത്തുകളുടെ നേതാവായ ശൈത്താൻ അന്ന് പയറ്റിയ തന്ത്രാണത്. ഫലാ തഖറബ ഹാദിഹി ശജറ ഫതകൂന മിനൽ ളാലിമീൻ. ഈ മരത്തോട് നിങ്ങൾ അടുക്കരുത്. ആ മരത്തിലേക്ക് നിങ്ങൾ അടുത്താൽ, അതിലെ പഴം ഭക്ഷിച്ചാൽ നിങ്ങൾ അക്രമികളായി തീരും എന്ന് അല്ലാഹു താക്കീത് ചെയ്ത മരത്തെക്കുറിച്ച് ശൈത്താൻ എന്താ പറഞ്ഞത്? ഷജറത്തുൽ ഖുൽദ്, മുൽക്കുൽ ലാ യബ്ല. അത് ശാശ്വതത്വത്തിന്റെ മരമാണ്. നിങ്ങൾ അതിന് പഴം തിന്നാൽ കാലാകാലം നിങ്ങൾക്ക് സ്വർഗത്തിൽ പറക്കാം. എന്നെ പോലെ സ്വർഗത്തിൽ നിന്ന് പുറത്താവൂല. മാത്രമല്ല, മലക്കുകളുടെ അധികാരം നിങ്ങൾക്ക് കിട്ടും. മനുഷ്യനാണെങ്കിലും മലക്കുകളുടെ പദവി നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞ് അള്ള വിലക്കിയ ആ കനിയെ ഭംഗിയുള്ള വാചകങ്ങൾ കൊണ്ട് അലങ്കരിച്ച് ഉഷാറാക്കി കാണിച്ചു കൊടുത്തു. ആദം നബിയും ഹവ്വ ബീവിയും ശൈത്താന്റെ വലയിൽ കുരുങ്ങി സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഇങ്ങനെ മനുഷ്യന്മാരുടെ കൂട്ടത്തിലെ പിശാചുക്കൾ അല്ലെ, വ്യഭിചാരത്തെ അവർ ഹലാലാക്കുന്ന എന്തിന്റെ പേരിലാണ്? വിശുദ്ധ പ്രണയം, മഹാപ്രേമം, ഈ ജാതി വാക്കുകൾ പറഞ്ഞിട്ടാണ്. ആണിനെയും പെണ്ണിനെയും ഈ ജാതി പേക്കൂത്തിന് വേണ്ടി അഴിച്ചിടാൻ ഇവർ ഉപയോഗിക്കുന്ന ടൈം എന്താണ്? സ്കൂളുകളിൽ മുതൽ ജെൻഡർ ന്യൂട്രാലിറ്റി, ലിംഗസമത്വം, സ്ത്രീകളുടെ അഴിഞ്ഞാട്ടത്തിനും സൗന്ദര്യ പ്രകടനത്തിനും തടയിടുന്ന ഇസ്ലാമിന്റെ ഹിജാബിനെ അവർ കാറ്റിൽ പറത്തി. എന്തിന്റെ പേരിൽ? സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീകളുടെ അവകാശ സംരക്ഷണം. മുസ്ലിം ഉമ്മത്തിനെ അവരുടെ ഇസ്സത്തിന്റെ, ദീനിന്റെ അധ്യാപനങ്ങളിൽ നിന്ന് കുഫറിന്റെയും അരാജകത്വത്തിന്റെയും തിന്മകളുടെയും ആഴക്കയങ്ങളിലേക്ക് നയിക്കുന്നത് എന്തിന്റെ പേരിലാണ്? പുരോഗമനം. പിന്നെ കാലഘട്ടത്തിനനുസൃതം. പിന്നെന്തൊക്കെ പറയല്? ഈ നാട്ടിന് യോജിക്കാത്ത ഏർപ്പാട്, യാഥാസ്ഥികം. ഇങ്ങനെ പല ഭംഗിയുള്ള വാചകങ്ങളും അവരുടെ ഹറാമുകൾക്കും തോന്നിവാസങ്ങൾക്കും ചാർത്തി ഇസ്ലാമിനെതിരെ ഉറഞ്ഞുതുള്ളി ഇസ്ലാമിനെ മോശമായ പദപ്രയോഗങ്ങളോടെ താഴ്ത്തിക്കെട്ടി അള്ളാഹുവിനെ വെല്ലുവിളിച്ച് തിന്മകൾക്ക് പ്രോത്സാഹിപ്പിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ തിന്മകൾ പരസ്യമായി ചെയ്യുന്നവർ. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കുല്ലു ഉമ്മത്തി മുആഫൻ ഇല്ലൽ മുജാഹിറൂൻ. എന്റെ ഉമ്മത്തിൽ നിന്ന് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് ചെയ്തു കൊടുക്കും. അവരുടെ തിന്മകൾ വിട്ടുവീഴ്ച ചെയ്യും. ആർക്കൊഴികെ? ഇല്ലൽ മുജാഹിറൂൻ, തിന്മകൾ പരസ്യമായി ചെയ്യുന്നവർക്കൊഴികെ. തിന്മകൾ പരസ്യമായി ചെയ്യുന്നവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല. കാരണം നേരത്തെ പറഞ്ഞ അപകടമാണ് അതിന്റെ പിന്നിലുള്ളത്. നമ്മളത് വിശദീകരിച്ചു കഴിഞ്ഞു. വഇന്ന മിനൽ ഇജ്ഹാരി അയ്യഅമലൽ അബ്ദു ബില്ലൈലി അമലൻ ثم يصبح قد ستره ربه فيقول يا فلان قد عملت كذا وكذا وقد بات يستره ربه ويصبح يكشف ستر الله عليه. وإن من الإجهار, തിന്മകൾ പരസ്യപ്പെടുത്തുന്നതിന്റെ ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ രൂപം പറയാണ്. അയ്യഅമലൽ അബ്ദു ബില്ലൈലി അമലൻ, ഒരു മനുഷ്യൻ രാത്രി ആരും അറിയാതെ ഒരു പണി ചെയ്തു, ഒരു മോശത്തരം ചെയ്തു. ശ്രദ്ധിക്കണേ, ഒരു മനുഷ്യൻ രാത്രി ആരും അറിയാതെ അവന്റെ ഏകാന്തതയിൽ ഒരു വൃത്തികേട് ചെയ്തു, ഒരു മോശത്തരം ചെയ്തു. സുമ്മ യുസ്ബിഹു ഖദ് സതറഹു റബ്ബുഹു, ആ രാത്രി നേരം വെളുക്കുവോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആ മോശത്തരത്തെ മറച്ചു വെച്ചു. ആരുടെയും ഇടയിൽ അവനെ പരസ്യപ്പെടുത്തി വഷളാക്കിയില്ല, അപമാനിച്ചില്ല. എന്നിട്ടോ ഈ മനുഷ്യൻ ചെയ്യുന്നതോ നേരം വെളുത്ത് എണീക്കുന്നു, അവന്റെ കൂട്ടുകാരെയും നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടുന്നു, ജനമധ്യത്തിൽ ഇറങ്ങിയിട്ട് പറയും, യാ ഫുലാൻ ഖദ അമിൽതു കദാ വകദാ, ഞാൻ ഇന്നലെ എന്നൊക്കെ ചെയ്തു. അവൻ ചെയ്ത തോന്നിവാസങ്ങൾ വലിയ വീരഗാഥയായി അവൻ ആളുകൾക്ക് മുമ്പിൽ പുലമ്പുന്നു. വഖദ് ബാത യസ്തുറുഹു റബ്ബുഹു വയുസ്ബിഹു യക്ഷിഫു സിത്രല്ലാഹി അലൈഹി, ഇന്നലെ രാത്രി മുഴുവൻ അവന്റെ അഭിമാനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മയെ മറച്ചു വെച്ചു സംരക്ഷിച്ചു. ആ മറയെ പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ അവൻ ജനസമക്ഷം പിച്ചിച്ചീന്തി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വെല്ലുവിളിച്ചു. ഇതാണ് തിന്മകൾ പരസ്യമായി ചെയ്യുന്നവരുടെ രൂപം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തിന്മകൾ പരസ്യമായി ചെയ്യുക, അത് ജനമധ്യത്തിൽ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് വിളംബരം ചെയ്യുക, അതിലേക്ക് ആളുകൾ ക്ഷണിക്കുക എന്നുള്ളത്
സമൂഹം മുഴുവൻ നശിപ്പിക്കപ്പെടാൻ കാരണമാകുന്ന അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങാൻ സാധ്യതയുള്ള കാര്യമാണ്. ആ തിന്മകളെ പരസ്യമായി, ആളുകൾ ചെയ്യുന്ന തിന്മകളെ പരസ്യമായി എതിർക്കാത്തവർ, കൈകൊണ്ട് സാധിക്കുന്നവർ അങ്ങനെ, നാവ് കൊണ്ട് തടയാൻ സാധിക്കുന്നവർ അങ്ങനെ, അതിനും സാധിക്കില്ല എങ്കിൽ കൽബ് കൊണ്ട് വെറുത്ത് അവിടെ നിന്ന് വിട്ടു നിൽക്കാൻ പോലും നമുക്ക് സാധിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? ദാലിക അദ്അഫുൽ ഈമാൻ, അത് ഈമാനിന്റെ ഏറ്റവും താഴ്ന്ന അവസ്ഥയാണ്. അല്ലൊരു ഹറാമാണെന്ന് നമ്മൾ അറിയുന്ന ഒരു കാര്യം, കല്യാണപ്പുര, നമ്മളെ വേണ്ടപ്പെട്ട ആളാണ്, ചെന്നപ്പോ മഹാഗാനമേള, എൻ്റെ എളാപ്പാന്റെ കുട്ടീൻ്റെ കല്യാണമാണ്, മൂത്താപ്പാന്റെ മോന്റെ നിക്കാഹാണ്, പോവാതിരിക്കാൻ പറ്റൂല, ഇറങ്ങി പോരാൻ പറ്റൂല, പ്രശ്നമാവും. ശരി, എങ്ങനെയാണ് ആ തിന്മയോട് നമ്മൾ ഈ പറഞ്ഞ രൂപത്തിൽ നമ്മൾ നിലപാട് സ്വീകരിക്കേണ്ടത്? നമുക്കിവിടെ കൈകൊണ്ട് തടയാൻ പറ്റൂല, കാരണം കൈകൊണ്ട് തടഞ്ഞാൽ ഇപ്പം നമ്മളെ കൈ പോകും. നാവ് കൊണ്ട് എതിർക്കാനും പറ്റില്ല, ചിലപ്പോൾ നാവ് പുഴുതെറിയും. പിന്നെ ഈമാനിന്റെ അവസാനത്തെ അവസ്ഥ എന്താണ്? കൽബ് കൊണ്ട് വെറുക്കുക. കൽബ് കൊണ്ട് വെറുക്കുന്നുവെങ്കിൽ, ആത്മാർത്ഥമായി വെറുക്കുന്നുവെങ്കിൽ, അത്തരം സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ പോയിരിക്കുക? ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള കല്യാണങ്ങൾ ഉപേക്ഷിച്ച് കുടുംബബന്ധം മുറിക്കണം എന്നല്ല, മറിച്ച് അതില്ലാത്തൊരവസരം പോയി മുഖം കാണിച്ച് ഞാൻ ക്ഷണം സ്വീകരിച്ചിട്ടുണ്ടോ കേട്ടോ എന്ന് ബോധ്യപ്പെടുത്താൻ നമ്മുടെ പ്രസൻസ് അവിടെ എഴുതി ഒപ്പിട്ടിട്ട് പോന്നാൽ പോരെ? ഒന്ന് മുഖം കാണിച്ചിട്ട് പിന്നെ ഈ ജാതിപ്പേക്കത്തോടെ ഞാൻ എത്തില്ല, ഇത് അള്ളാന്റെ ശിക്ഷ ഇറങ്ങാൻ കാരണമുള്ള പരിപാടിയാണ്. അവിടെ പോയി ഒച്ചുണ്ടാക്കി ബഹളം ഉണ്ടാക്കി നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണം എന്നല്ല പറഞ്ഞത്. മാന്യമായ നമ്മുടെ സാന്നിധ്യം, പോകൽ അത്യാവശ്യമുണ്ടെങ്കിൽ, അതല്ല നമ്മളെ വീട്ടിൽ നിന്ന് വേറെ പലരും പോയിട്ടുണ്ട്, നമ്മളെ കുടുംബത്തിന്റെ പ്രതിനിധിയായിട്ട് പോയിട്ടുണ്ട്, നമ്മുടെ പുറേ നാളെത്തിയിട്ടുണ്ട് എന്നവർക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മക്കളെയും കുട്ടികളെയും പേരമക്കളെയും അനിയനെയും ഏട്ടനെയും ഒക്കെ വിളിച്ചിട്ട് കുടുംബസമേതം ട്രാവലർ വിളിച്ചിട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കണമെന്ന ഉത്തരവാദിത്വം കുടുംബത്തിൽ ആരെങ്കിലും നമ്മുടെ പ്രതിനിധിയായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് മതി, നമുക്ക് പോയേ തീരൂ. അപ്പൊ ഈമാനിന്റെ താഴ്ന്ന പടി എങ്ങനെയാണ് നടപ്പിലാകുക? ബാർബർ ഷോപ്പ്, ഞാനെപ്പോഴും സാധാരണ പറയലുണ്ട്, ചിലപ്പോൾ നമ്മൾ മുമ്പ് കൂടി പറഞ്ഞിട്ടുണ്ടാവും, ഇന്നത്തെ മുടിവെട്ട് പീടികയിൽ തിയേറ്റർ ഒന്നടങ്കം ഉണ്ടാവും, അങ്ങനെ അല്ലേ? സിനിമ തിയേറ്റർ ഒന്നടങ്കം, പാട്ടും കൂത്തും, സിനിമ ഇല്ലാത്ത മുടിവെട്ട്, അങ്ങനത്തെ മുടിവെട്ട് പീടികക്ക് ഡിമാൻഡില്ല, മാർക്കറ്റില്ല അല്ലേ? AC വേണം, എല്ലാ ഹറാമും ആ അരമണിക്കൂർ 20 മിനിറ്റിനുള്ളിൽ ആസ്വദിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം, ഇല്ലെങ്കിൽ ആളെ കിട്ടൂല. അങ്ങനെയുള്ള മുടിവെട്ട് പീടികയിൽ പോയി എങ്ങനെയാണ് നമ്മൾ നടപ്പിലാക്കുക? ഒന്നുകിൽ അത് ഓഫ് ചെയ്യാൻ പറയണം, പറയാനുള്ള റൈറ്റ് ഇല്ലേ നമുക്ക്? കസ്റ്റമർ റൈറ്റ് ഇല്ലേ? അല്ലേ? ഉപഭോക്തൃ അവകാശമല്ലേ? ഇവിടെ സ്വാതന്ത്ര്യത്തിന് അവകാശത്തിന് വേണ്ടി വാദിക്കുന്നവരല്ലേ ഇവിടുത്തെ മാപ്പിള സഖാക്കന്മാര്? ഇതെന്ത് സ്വാതന്ത്ര്യമല്ലേ? അവിടെ TV വെക്കാൻ അവന് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അത് നിർത്താൻ പറയാൻ എന്റെ പോക്കറ്റിൽ 100 രൂപ കൊടുത്ത് എന്റെ തലമ ബ്ലേഡ് വെക്കുന്നവനോട് പറയാനുള്ള അവകാശം എനിക്കില്ലേ? അതിനുള്ള തൻ്റെ നമുക്ക് ഇല്ലാതെ പോയി എന്നുള്ളത് നമ്മളെ പ്രശ്നമാണ്. പറയാൻ സാധിക്കണം, ഓഫ് ചെയ്യും. ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണി നോക്കണം. വീട്ടിലൊരു നല്ല കത്രികയും ചീർപ്പും ഡ്രിമ്മറും വാങ്ങി വെക്കുക, പെണ്ണുങ്ങളെ കൊണ്ട് വെട്ടിക്കുക, അല്ലേ? ഇനി കൈ കൊണ്ട് നമുക്ക് തടയാൻ പറ്റില്ല, ഓൻ്റെ ഷോപ്പിൽ പോയി ഓൻ്റെ TV നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല. നാവ് കൊണ്ട് മാന്യമായി പറയാം, ഒന്ന് കുറച്ചേരത്ത്. അതിന് പറ്റിയില്ലെങ്കിലോ, ഇതില്ലാതെ പറ്റില്ല, നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളെ പണി നോക്കിക്കോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് പോയി കുടുങ്ങിയിരിക്കുകയാണ്, വെറുത്തിരിക്കുകയാണ്. വെറുത്തിട്ടൊരു ഇരുത്തല്ല, വെറുത്ത് അവിടുന്ന് പോവലാണ്. അതാണ് ഈമാനിന് താഴ്ന്ന വടി. ഞാൻ ലളിതമായൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞതാണ്. ഇത് സാധിക്കുന്ന രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ഒരു തിന്മ നമ്മൾ തടയാൻ പോയാൽ അതല്ലെങ്കിൽ ഒരു നന്മ നമ്മൾ നടപ്പിലാക്കാൻ പോയാൽ ഇസ്ലാമിൽ പ്രസിദ്ധമായൊരു ഖാഇദുണ്ട്, ജൽബുൽ മസാലിഹി ദർഉൽ മഫാസിദി മുഖദ്ദമുൻ മിൻ ജൽബിൽ മസാലിഹ്. നന്മ നടപ്പിലാക്കുന്നതിനേക്കാൾ നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്, പ്രയോറിറ്റി കൊടുക്കേണ്ടത് തിന്മ തടയുന്നതിനാണ്. ഈ ഖാഇദയുടെ അടിസ്ഥാനത്തിൽ ഒരു നന്മ നമുക്ക് നടപ്പിലാക്കണം. നമ്മുടെ വീട്ടിൽ ഒരു സുന്നത്തായ കാര്യം നടപ്പിലാക്കണം, അതല്ലെങ്കിൽ ഒരു വാജിബായ കാര്യം തന്നെ. നമ്മളെ വീട്ടിൽ TV ഉണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ ആരെങ്കിലും വേണ്ടപ്പെട്ട ഒരു മ്യൂസിക് വെക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ആ സാധനം നമുക്ക് തടയണം, തിന്മയാണല്ലോ. അത് തടയാൻ പോയി കഴിഞ്ഞാൽ
അവിടെ കുടുംബബന്ധം മുറിയുന്ന ആ വീട്ടിൽ പിന്നെ തൗഹീദിൽ തന്നെ അവർ വീഴ്ച വരുത്തുന്നവരായിരിക്കും, ശിർക്കിന്റെ ഏർപ്പാടുകൾ പണിയെടുക്കുന്നവരായിരിക്കും. അവിടെ നമ്മൾ തൗഹീദും ശിർക്കൊന്നും വേണ്ട പോലെ പറഞ്ഞു കൊടുത്തിട്ടില്ല. സിനിമയും മ്യൂസിക്കും തടയാൻ പോയി ഏതാണ് ഗൗരവം? തൗഹീദ് പഠിപ്പിക്കാത്തവരോട്, തൗഹീദ് പറയാൻ നമുക്ക് അവസരമില്ലാത്ത നമ്മളെ വീട്ടിൽ സിനിമയും പാട്ടും തടയാൻ പോയിട്ട് നമ്മളവിടുന്ന് പുറത്താക്കി നമ്മളെ മരണം വരെ ബന്ധം വിച്ഛേദിക്കുന്ന അവസ്ഥ ഉണ്ടായാൽ അവർക്ക് തൗഹീദ് എത്തിച്ചു കൊടുക്കാതിരിക്കുക എന്ന തടസ്സത്തിന് നമ്മൾ ആ തിന്മ തടയുന്നത് കാരണമാകുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? തൽക്കാലം അവിടെ കണ്ണടക്കാൻ വേണ്ട. കാരണം എന്താ? അതിനേക്കാൾ വലിയ തിന്മ അവിടെ സംഭവിക്കും. ഒരു തിന്മ തടയാൻ പോയി അതിനേക്കാൾ വലിയ തിന്മ അവിടെ സംഭവിക്കും എങ്കിൽ തൽക്കാലം ഏറ്റവും ഉപദ്രവം കുറഞ്ഞ മാർഗം നമ്മൾ സ്വീകരിക്കേണ്ടത്. ഒരു നന്മ നമ്മൾ നടപ്പിലാക്കാൻ പോയി കഴിഞ്ഞാൽ ആ നന്മ നടപ്പിലാക്കുന്നതിനപ്പുറത്ത് വലിയൊരു ദുരന്തം അവിടെ സംഭവിക്കുമെങ്കിൽ നമ്മളവിടെ മൗനം അവലംബിക്കുകയാണ് വേണ്ടത്. മനസ്സിലായോ? ഇത് ഇസ്ലാമിലെ പൊതു കായികമാണ്. അപ്പൊ എല്ലായിടത്തും പോയി എന്തും അടച്ചാക്ഷേപിച്ച് പറയാൻ ഇസ്ലാം അനുവാദം, അവസരവും സാഹചര്യവും, എന്താദ്യം പറയണം, എങ്ങനെ പറയണം, എവിടെ പറയണം എന്ന ബോധം നമുക്ക് ഉണ്ടാകണം. അതോടൊപ്പം ഈ പൊതു നിയമം തിന്മകളോട് കൈകൊണ്ടും നാവുകൊണ്ടും ഹൃദയം കൊണ്ടും പിന്നെ വിരോധം എങ്ങനെ നമ്മൾ സ്ഥാപിക്കണം എന്നതും നമ്മൾ ഓർത്തു വെക്കണം, മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? ചുരുക്കി പറഞ്ഞാൽ നന്മ നടപ്പിലാക്കുകയാണെങ്കിലും തിന്മ തടയുകയാണെങ്കിലും അതിനേക്കാൾ വലിയ ദുരന്തം അവിടെ. പക്ഷേ ഇസ്ലാമിന്റെ അടിസ്ഥാനം തൗഹീദ്, ശിർക്ക്, അതുപോലെ തന്നെ കുഫ്ർ, ഇസ്ലാം, ഈമാൻ, നിഫാഖ്, ഇതിനെക്കുറിച്ച് പറയാൻ നമ്മൾ സാഹചര്യം ഇത് നോക്കണോ? അത് ജനമധ്യത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ പൊതുജന സമക്ഷം പറഞ്ഞുകൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ച് ഫിഖ്ഹിന്റെ വിഷയത്തിലുള്ള വിരല് അനക്കണോ വേണ്ടേ? അല്ലേ? വിരലനക്കാത്തവന്റെ വിരല് പോയി പിടിച്ച് അനക്കിയിട്ട് യുദ്ധം ഉണ്ടാക്കിയിട്ട് നമ്മളെ കൈ തന്നെ പോകുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. വിരലനക്കിയാൽ അനക്കാതിരുന്നാലും അവന്റെ നിസ്കാരത്തിനൊന്നും സംഭവിക്കുമോ? നെഞ്ചത്ത് തന്നെ കൈകെട്ടണമെന്ന് വാശി പള്ളായ്മ കെട്ടിനെ പിടിച്ച് നെഞ്ചത്ത് കൈകെട്ടിയിട്ട് നെഞ്ചും കൂട് കലങ്ങുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. കാരണം ഒരാൾ നെഞ്ചുമ്മ കൈകെട്ടിയാലും പള്ളമ്മ കെട്ടിയാലും ഒരു നിസ്കാരത്തിനൊന്നും ബാധിക്കാൻ പോകുന്നുണ്ടോ? തറാവീഹ് 11 റക്അത്ത് നിസ്കരിച്ചേ മതിയാവുമെന്ന് വാശി പിടിച്ചിട്ട് ഓനെ ഇസ്ലാമിൽ നിന്ന് പടിയടിച്ച് പിണ്ടമാക്കാൻ പോകേണ്ടതില്ല. തറാവീഹ് അതിൽ കുറഞ്ഞ് നിസ്കരിച്ചാലും കൂടുതൽ നിസ്കരിച്ചാലും ഒന്നും സംഭവിക്കാൻ പോകണില്ല. ഇതൊക്കെയാണ് ഇസ്ലാമിൽ നിന്ന് പുറത്താകാൻ അകത്താകാനുള്ള മാനദണ്ഡമായ ആളുകൾ മനസ്സിലാക്കുന്നത്. അപ്പൊ എവിടെ, എന്ത്, എങ്ങനെ, ഏത് പ്രയോറിറ്റിയിൽ പറയണം എന്നുള്ള ബോധം നമുക്ക് വേണം. അതിനെന്ത് വേണം? വിവരം വേണം. ദീൻ പഠിക്കണം നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. 10ാമത്തെ കാര്യം അത്തഅറുദു ലിൽ ഫിതൻ, ഫിത്നകൾക്ക് വശംവദനാകുക, ഫിത്നകളുടെ മുമ്പിൽ അങ്ങ് ഇറങ്ങി കൊടുക്കുക. ഇത് അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കാതെ പോകാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാരണമാണ്. ഫിത്നകൾ പോയി തലയിടുക എന്നുള്ളത്. والفتن في عصرنا عمت وطمت كفتن النساء والحزبية ومجالس البدع والضلال ومجالس الخنا والزور وما تبثها القنوات ووسائل التواصل من سموم تفتك بدين المسلم. ഇന്നത്തെ കാലഘട്ടത്തിൽ ഫിത്നകൾ ദിനം പ്രതി അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മാ യഅതി ആമുൻ ഇല്ലാ വല്ലദീ ബഅദഹു അശറു മിൻ ഔ അശദ്ദു മിൻ ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസല്ലം. ഓരോ വർഷം പിന്നിടുമ്പോഴും കഴിഞ്ഞ വർഷമില്ലാത്ത ഗുരുതരമായ ഫിത്നകൾ, പരീക്ഷണങ്ങൾ അടുത്ത വർഷം വരും. ഈ വർഷമില്ലാത്ത പുതിയൊരു ഫിത്ന അടുത്ത വർഷം, അതിനേക്കാൾ ഗൗരവമുള്ള അടുത്ത വർഷം, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഓരോ വർഷം പിന്നിടുമ്പോഴും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹാബികളെ നോക്കി പറഞ്ഞു, നിങ്ങളുടെ വീടുകൾക്ക് മുകളിൽ മഴ വർഷിക്കുന്നത് പോലെ ഫിത്നകളുടെ മഴ വർഷമുണ്ടാകും. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫിതനൻ കഖിതഇൽ ലൈലിൽ മുദ്ലിം, രാത്രിയുടെ കറുത്ത ഇഴകളെ പോലെ, രാത്രിയുടെ കൂരിരുട്ട് പോലെ ഉള്ള ഫിത്നകൾ വരാനിരിക്കുന്നുണ്ട്. ആ രാത്രിയുടെ കൂരിരുട്ടിൽ പെട്ടാൽ എങ്ങനെയായിരിക്കും? ഒരു വെളിച്ചമില്ലാത്ത, ചന്ദ്രന്റെ നിലാവെളിച്ചം പോലും ഇല്ലാത്ത, ഒരു മെഴുകുതിരിവട്ടമോ ഒരു ബൾബിന്റെ തിരിയോ ഒന്നുമില്ലാത്ത കൂരാകൂരിട്ട് നമ്മൾ പെട്ടെന്തിരിക്കും അവസ്ഥ.
എന്തായിരിക്കും അവസ്ഥ? ഇതുപോലെയുള്ള ഫിത്നകൾ വരുന്നതാണ്. എവിടെ പോകണം, എങ്ങനെ രക്ഷപ്പെടണം, എവിടെയാണ് വെളിച്ചം? നമ്മൾ ആ സമയത്തുണ്ടാകുന്ന അന്താളിപ്പുണ്ടല്ലോ, പരിഭ്രാന്തി, ഇതുപോലെ ശുബഹത്തിന്റെയും ശഹവത്തിന്റെയും ഫിത്നകൾ വരാനുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറൻ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിർ. അന്ന് നേരം വെളുത്ത് മുസ്ലിം ആയിരുന്ന ഒരു മനുഷ്യൻ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കാഫിറായിത്തീരും. വൈകുന്നേരം മുഅ്മിനായിരുന്ന മനുഷ്യൻ പിറ്റേന്ന് നേരം പുലരുമ്പോഴത്തേക്ക് കാഫിറായിത്തീരും. ഇങ്ങനെ നിമിഷങ്ങൾ കൊണ്ട്, മണിക്കൂറുകൾ കൊണ്ട് ഇസ്ലാമും കുഫ്റും വേർതിരിയും, മുഅ്മിനും മുനാഫിക്കും വേർതിരിയും. കാരണം എന്താണ്? രാത്രിയുടെ കൂരിട്ട് പോലുള്ള ഫിത്നകളാണ് അവന്റെ സഞ്ചാരം. എന്താണ് ഈ ഫിത്നകൾ സംഭവിക്കാനുള്ള കാരണം? പ്രധാന കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യബീഉ ദീനഹു ബിഅറദിൻ മിനദ് ദുനിയ, ദുനിയാവിന്റെ തൽപര നേട്ടങ്ങൾക്ക് വേണ്ടി ദീനിനെ അവർ വിറ്റുകളയുന്നു, ദീനിനെ മറന്ന് കാശാക്കുന്നു, ദുനിയാവിന് വേണ്ടി ജീവിതം കൊടുക്കുന്നു. അതായിരിക്കും അതിന്റെ കാരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ദുനിയാവിന് വേണ്ടി, ഇവിടുത്തെ താൽക്കാലികമായ സുഖങ്ങൾക്ക് വേണ്ടി, തിന്മകൾ ആസ്വദിക്കാൻ വേണ്ടി, ശഹവത്തുകൾക്ക് വേണ്ടി, ഒരു പെണ്ണിന് വേണ്ടി, നക്കാപ്പിച്ച സമ്പത്തിന് വേണ്ടി, അവൻ ആഗ്രഹിക്കുന്ന ശീതീകരിച്ച ഒരു വാഹനത്തിനു വേണ്ടി, ഇങ്ങനെ ദുനിയാവിന്റെ തൽപര നേട്ടങ്ങൾക്ക് വേണ്ടി അവന്റെ ദീനിനെ അവൻ വിറ്റുകളയുന്ന അവസ്ഥ വന്നാൽ നിമിഷ നേരം കൊണ്ട് മുഅ്മിൻ കാഫിറും, കാഫിർ മുഅ്മിനായി മാറുന്ന അവസ്ഥ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സയഅതി അലന്നാസി സനവാത്തുൻ മുഖദ്ദഅത്ത്, ജനങ്ങളെ വഞ്ചിക്കുന്ന ചില വർഷങ്ങൾ വരും. ആ വഞ്ചനയുടെ വർഷങ്ങൾ വന്നാൽ യുസദ്ദഖു ഫീഹൽ കാദിബ് വയുകദ്ദബു ഫീഹ സ്വാദിഖ്, സത്യസന്ധന്മാരായിട്ടുള്ള ആളുകൾ പറയും കള്ളൻ, കള്ളനാണ് അവനെന്ന് പറയും. കള്ളന്മാരെ പറ്റി പറയും സത്യസന്ധൻ. വയുഖവ്വനു ഫീഹൽ അമീൻ വയുതമനു ഫീഹൽ ഖായിൻ, വിശ്വസ്തരായ ആളുകളെ കുറിച്ച് ജനങ്ങൾ പറയും വിശ്വസിക്കാൻ പറ്റില്ല, പറ്റിക്കും, വഞ്ചകൻ. വഞ്ചിക്കുന്ന ആളുകളെ കുറിച്ച് ആളുകൾ പറയും വിശ്വസ്തൻ, നേരെ തിരിച്ചും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വയൻതിഖു ഫീഹ റുവൈബിള, റുവൈബിളമാർ അന്ന് നാക്കിട്ടടിക്കും. റുവൈബിളമാർ സഹാബത്തിന് പരിചയമില്ലാത്തൊരു ടൈമായിരുന്നു അത്. സഹാബത്ത് ചോദിച്ചു, വമനി റുവൈബിള യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂൽ ആരാണ് ഈ റുവൈബിളമാർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറജുലു താഫി യതകല്ലമു ഫീ അംറിൽ ആമ്മ, ഉമ്മത്തിന്റെ പൊതുസമൂഹത്തിന്റെ വിഷയത്തിൽ ഒരു അന്തവുമില്ലാതെ, ഒരു വിവരവുമില്ലാതെ, അന്തസാരശൂന്യനായി, ദീനിന്റെ യാതൊരു അടിസ്ഥാന വിവരം പോലുമില്ലാതെ, ദീനിന്റെ പ്രമാണങ്ങളുടെ ഭാഷ പോലും അറിയാതെ, മുസ്ലിം ഉമ്മത്തിന്റെ വിഷയത്തിൽ, ഇസ്ലാം ദീനിന്റെ വിഷയത്തിൽ വാചാലനാകുന്ന, നാക്കിട്ടടിക്കുന്ന അല്പൻ, ഇങ്ങനെയുള്ളവർ ഉമ്മത്തിനു വേണ്ടി രംഗപ്രവേശനം ചെയ്യും. വലിയ പ്രബോധകന്മാരും പണ്ഡിത പാമര കോലം കെട്ടുന്നവരുമായി രംഗപ്രവേശനം ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഫിത്നകൾ എന്നീ കൂട്ടത്തിൽ. മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ഇങ്ങനെ ഫിത്നകളെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഹദീസുകൾ എമ്പാടുമുണ്ട്. ഉലമാക്കൾ, ഇസ്ലാമിന്റെ ശരിയായ ഇൽമിന്റെ വാഹകർ, കിതാബിനും സുന്നത്തിനും വേണ്ടി ഓർമ്മ വെച്ച നാൾ മുതൽ മരണം വരെ ജീവിതം ഒഴിഞ്ഞു വെച്ചവർ, ത്യാഗി വര്യന്മാർ, ഖുർആനും സുന്നത്തും ശ്വാസനിശ്വാസങ്ങളാക്കിയവർ, അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവർ, ദുനിയാവിന്റെ യാതൊരു മാറാപ്പും പേറാത്തവർ, സ്വാധീനിക്കപ്പെടാത്തവർ, പരലോകത്തിന്റെ മക്കളായി ജീവിച്ചു മരിച്ചവർ, അമ്പിയാക്കളുടെ അനന്തിരവന്മാർ, ഉമ്മത്തിന്റെ വിളക്കുമാടങ്ങൾ, സമൂഹത്തിലെ പ്രകാശഗോപുരങ്ങൾ, സത്യത്തിന്റെയും നീതിയുടെയും സന്മാർഗത്തിന്റെയും വാഹകർ, അഹ്ലുസുന്ന വൽ ജമാഅയുടെ ഇമാമിയങ്ങൾ, ഉലമാക്കൾ, വറസത്തുൽ അംബിയ, ഇവരുടെ മരണം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ വിജ്ഞാനങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തും. അപ്പോഴോ ഉലമാക്കൾ അന്യം നിൽക്കും, ഉലമാക്കൾ അവർ കുറഞ്ഞു പോകും. ജനങ്ങൾ ഇത്തഖദന്നാസു റുഊസൻ ജുഹാല, വിവരം കെട്ട ആളുകളെ ദീനി നേതാക്കളായ ആളുകൾ സ്വീകരിക്കും. സുഇലു ഫഅഫ്തൗ, വിവരമില്ലാത്ത ആളുകളോട് ദീനിന്റെ വിഷയങ്ങൾ അവർ ചോദിക്കും, അവർ ഫത്വ കൊടുക്കും. എന്തും ചോദിക്കാം, ആർക്കും ചോദിക്കാം, മറുപടിയുടൻ. വിവരത്തിനൊരു
ഇൽമിനൊരു എന്താ പറയാ, ഫത്വക്ക് ഒരു കുറവില്ല, പക്ഷേ വിവരം തൊട്ട് തീണ്ടിയിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ ഇസ്ലാമിന്റെ അടിസ്ഥാന വിവരം പോലുമില്ല. ഫത്വ എൻ്റെ അടുത്തുണ്ടാവും. ഏത് ചോദ്യത്തിനും നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഫത്വ നൽകും. യൂട്യൂബറായിരിക്കും, ഇന്റർനെറ്റ് മുഫ്തിയായിരിക്കും, ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാകും, ലക്ഷങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും. കാണാം നിങ്ങൾക്ക്. നമ്മളെ ആളുകളൊക്കെ അതിന്റെ പിന്നാലെ ആയിരിക്കും. ആരാണ്? ഡോക്ടറാണ്, എഞ്ചിനീയറാണ്. എന്റെ അധികം പഠിച്ചു, അറബി അറിയോ? മൂപ്പര് ഇങ്ങനെ പഠിച്ചു, ഇങ്ങനെ വായിച്ചിട്ട് ഒറ്റക്ക് ഫത്വ കൊടുക്കും. ഇത്തഖനാസുറൂസൻ ജുഹാലൻ. ഇങ്ങനെ വിവരം കെട്ടവരെ ദീനിന്റെ നേതാക്കളായി, ചോദിക്കപ്പെടുന്നവരായി, ഫത്വ നൽകപ്പെടുന്നവരായി ആളുകൾ ചിത്രീകരിക്കും. ഫദല്ലു വഅദല്ലു. എന്ത് സംഭവിക്കും? അവർ സ്വയം പിഴക്കുകയും മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്യും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇങ്ങനെയുള്ള ഫിത്നകൾ, ഈ ഫിത്നകൾക്ക് ആരാണ് മുന്നിൽ നിൽക്കുക? ശഹവത്തിന്റെ, സ്ത്രീകളുടെ അഴിഞ്ഞാട്ടത്തിന്റെ, സൗന്ദര്യ പ്രകടനത്തിന്റെ, മറുവശത്ത് ബിദ്അത്തിന്റെ, വലാലത്തിന്റെ, ശിർക്കിന്റെ, കുഫ്റിന്റെ, നിഫാഖിന്റെ, വേറൊരു വശത്ത് ദീനി രംഗത്തെ സ്വജന പക്ഷപാതിത്വത്തിന്റെ, കക്ഷി മാത്സര്യങ്ങളുടെ, അകറ്റാക്കലുകളുടെ, പുറത്താക്കലുകളുടെ, അവകാശവാദങ്ങൾ കുത്തകയായി അവകാശപ്പെടുന്നവരുടെ ഫിത്നകൾ അപ്പുറത്ത്. സിനിമയുടെയും സംഗീതത്തിന്റെയും തമാശകളുടെയും കളിയുടെയും വിനോദത്തിന്റെയും ഏഷണിയുടെയും പരദൂഷണത്തിന്റെയും വ്യാജവാർത്തകളുടെയും കെട്ടിച്ചമക്കലുകളുടെയും സദസ്സുകൾ അപ്പുറത്ത് വേറെ. അതിന് കോപ്പുകൂട്ടാനുള്ള ചാനലുകളും സാമൂഹ്യ മാധ്യമങ്ങളും നവമാധ്യമങ്ങളും ഇന്റർനെറ്റും നിർബാധമൊഴുകുന്ന സമ്പത്തിന്റെ അകമ്പടിയിൽ അത് മുസ്ലിം ഉമ്മത്തിനെമ്പാടും ആസ്വദിക്കാനുള്ള അവസരങ്ങളും വേറെ, ആ ഫിത്നയും വേറെ. അത് തുറന്നു കൊടുക്കാൻ മാതാവിന്റെയും പിതാവിന്റെയും ഉദ്യോഗം മാത്രം പേറുന്ന, എന്നാൽ മക്കളോടുള്ള ബാധ്യതകൾ ലവലേശം പോലും ഇസ്ലാമികമായി പരിഗണിക്കാത്ത, ഗൗനിക്കാത്ത മാതാപിതാക്കളുടെ മഹാവിശാലത വേറെ. ഇതൊക്കെ ഉണ്ടാവും. എന്നിട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ നിന്ന് മുസ്ലിമീങ്ങൾ സ്വയം അകലുന്ന ഫിത്നകൾക്ക് അവർ കോപ്പുകൂട്ടുന്ന അവസ്ഥ സംഭവിച്ചു. പണ്ഡിതന്മാർ പറയാണ്, വൽ മഅസൂമു മൻ അസമഹുല്ലാഹ്. ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടവൻ അവനാണ് സുരക്ഷിതൻ. മുൻഗാമി ചെയ്ത് പറഞ്ഞില്ലേ, വടക്കായവൻ എങ്ങനെ വടക്കായി എന്നുള്ളതിലല്ല അത്ഭുതം, ചീത്തയായവൻ എങ്ങനെ ചീത്തയായി എന്നതിലല്ല അത്ഭുതം, നന്നായവൻ എങ്ങനെ നന്നായി എന്നതിലാണ് അത്ഭുതം. ചീത്തയാവാനൊരു നിമിഷം മതി, പോരെ. നന്നാവാനോ ഒരു യുഗം ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും, ഒരായുസ് നീ ചിലപ്പോൾ ബലി കഴിപ്പിക്കേണ്ടി വരും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് വൽ മഅസൂമു മൻ അസമഹുല്ലാഹ്. ഈ ഫിത്നകളിൽ നിന്നെല്ലാം രാത്രിയുടെ കൂരിരുട്ടിന് സമാനമായ, മഴവർഷക്കാലം പോലെ പേമാരിക്ക് സമാനമായ, ഓരോ വർഷവും അതിശക്തമായി നമ്മെ ഗ്രസിക്കുന്ന അതിശക്തമായ ഫിത്നകൾ പോലെയുള്ള ഈ അള്ളാഹുവിന്റെ ദീനിൽ നമ്മളെ തെറ്റിച്ചു കളയുന്ന മഹാദുരന്തങ്ങൾ, അതിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയവനാണ് രക്ഷപ്പെട്ടവൻ. അള്ളാഹു രക്ഷപ്പെടുത്തിയവൻ, അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിച്ചവൻ. والنبي صلى الله عليه وسلم يأمرنا بالبعد عن الفتن والهروب منها وعدم الاستصراف لها أو التعرض لها بحال. فقال صلى الله عليه وسلم عن الفتن من استشرف لها استشرفته. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ ഒരു സംഗതി ഫിത്നയാണെന്നറിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ആളുകൾക്ക് തീരെ മനസ്സിലാകാത്ത സംഗതിയാണ്. ഒരു സംഗതി അനാവശ്യമാണെന്നറിഞ്ഞാൽ, ഫിത്നയാണെന്നറിഞ്ഞാൽ, ഹറാമാണെന്നറിഞ്ഞാൽ, പോട്ടെ ഹറാമാണെന്ന് വ്യക്തമായി അറിയില്ല, സംശയമാണ് ഹറാമാണോ ഹലാലാണോ, വാജിബാണോ ഹറാമാണോ, ഹക്കാണോ, സംശയം അറിഞ്ഞാൽ എന്താ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്? നിനക്ക് സംശയമുള്ളതിനെ സംശയമില്ലാത്തതിലേക്ക് മടക്കാം. പുതിയൊരു ബിസിനസ് തുടങ്ങുകയാണ്, അതിന്റെ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കുകയാണ്. ഇത് ഹറാമാണോ ഹലാലാണോ നമുക്ക് സംശയം. എന്നിട്ട് നാട് മൊത്തം ചോദിക്കേണ്ട ഒരാളും എന്നിട്ടും തീരുമാനത്തിലെത്തില്ല. തനിക്ക് അനുകൂലമായൊരു മറുപടി കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും എളുപ്പം എന്താണ്? സംശയമുള്ളതിന്. ഇങ്ങനെ നമുക്ക് സംശയമുള്ളതിനൊക്കെ പരിഹാരം കാണാവുന്ന വളരെ ലളിതമായ ഒരു ഹദീസിന്റെ കഷ്ണാണത്. സംശയമുള്ളതിനെ സംശയമില്ലാത്തതിലേക്ക് മടക്കുക. സംശയമില്ലാത്ത എത്രയോ കച്ചവടങ്ങളില്ലേ ഇവിടെ?
ഹലാലായ കച്ചവടങ്ങളില്ലേ? ഈ ക്രിപ്റ്റോ കറൻസി, ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി കേട്ടില്ലേ? അതിന് വേറെന്താ പറയല്? വേറെ പേരും കൂടി ഉണ്ടല്ലോ, ബിറ്റ്കോയിൻ. ഇത് ഹലാലാക്കി നടക്കുന്ന കുറെ സെൽഫി വാലും തൂക്കി നടക്കുന്ന ആളുകളുണ്ട്. അവരുടെ പദവിയുണ്ട്. അഹ്ലുസുന്നയുടെ ജീവിച്ചിരിക്കുന്ന കനപ്പെട്ട എല്ലാവരാലും അംഗീകരിക്കപ്പെടാവുന്ന കിബാറുകളായ ഉലമാക്കളൊക്കെ അത് ഹറാമാണെന്ന് പറഞ്ഞത് അറിയില്ല നിങ്ങൾക്ക്? എന്നിട്ട് അതിനെ ഹലാലാക്കാൻ വേണ്ടി നടക്കുന്ന സലഫി വാലും തൂക്കി നടക്കുന്നവരുണ്ട്, സലഫി ബ്രാൻഡ് നെയിമിൽ. എന്തിനാണ് ഈ സംശയത്തിന്റെ പിന്നാലെ പോകുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞു? വമൻ ഇത്തഖ ശുബ്ഹാത് ഫഖദ് ഇസ്തബ്റഅ ലിദീനിഹി വഇർദിഹി. ആരാണോ ഇങ്ങനെ സംശയങ്ങളുള്ള കാര്യങ്ങൾ സൂക്ഷിക്കുന്നത് അവനവന്റെ ദീനിനെയും അഭിമാനത്തെയും സംരക്ഷിച്ചു. വമൻ വഖഅ ഫി ശുബ്ഹാത്, ആരാണോ ഇങ്ങനെ ആശയക്കുഴപ്പങ്ങളുടെ പിന്നാലെ വഖഅ ഫഖദ് വഖഅ ഫിൽ ഹറാം, അവൻ ഹറാമിലാണ് വീണിരിക്കുന്നത്. റസൂൽ ഉപമിച്ചു, സംരക്ഷണ വേലിക്ക് ചുറ്റും ആടിനെ മേക്കുന്ന ഒരു ആട്ടിടയൻ ആട്ടുങ്ങളെ നിർത്തേണ്ടടുത്ത് നിർത്തിയിട്ടില്ലെങ്കിൽ ആ സംരക്ഷണ വേലിക്ക് ചുറ്റാണ് അത് മേയുന്നതെങ്കിൽ എന്ത് ചെയ്യും? അത് ഏത് നിമിഷം അപ്പുറത്തേക്ക് മുറിച്ചു കടക്കും. ഇതുപോലെയാണ് ശുബഹത്തുകൾ. ശുബഹത്തുകൾ ഹറാമിന്റെ സംരക്ഷണ വേലിക്ക് ചുറ്റുമുള്ള പ്രദേശമാണ്, അതിരിന്റെ ചുറ്റുള്ള പുൽമേടാണ്. അവിടെ പോയി നമ്മൾ മേഞ്ഞാലോ അത് തിന്ന് 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 അവസാനം എന്താവും? സംരക്ഷണ വേലിയാകുന്ന ഹറാമും വിട്ട് പച്ചയായ ഹറാമിൽ വീഴും. അതുകൊണ്ട് ആശയക്കുഴപ്പങ്ങളെ ദൂരീകരിക്കാൻ ഒരു പ്രയാസമില്ല. സംശയമില്ലാത്ത പകൽ വെളിച്ചം പോലെ ഇതുപോലെ പരന്നു കിടക്കുന്ന സത്യം ഇസ്ലാമിന്റെ എല്ലാ മേഖലകളിലും ഉണ്ട്. അത് വളരെ വ്യക്തമാണ്. അതിലേക്ക് നമ്മൾ മടങ്ങുക എന്നുള്ളതാണ്. ഇങ്ങനെ ആശയക്കുഴപ്പങ്ങളും ഫിത്നകളും എടുത്ത് ചെന്നുപോയി തലയിട്ട് അതിൻ്റെ ആളായി പിന്നീട് അതിന്റെ പ്രൊമോട്ടറായി മാറുന്ന അവസ്ഥയാണ് ഇന്നത്തെ കാഴ്ച. സാന്ദർഭികമായി ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം. നമുക്കും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും പാഠം ആവശ്യമായ വിവരം എന്താണ് നമുക്കുള്ളത്. എന്നിട്ടാണ് ലോകാടിസ്ഥാനത്തിലുള്ള സലഫികൾ അളക്കാനും പുറത്താക്കാനൊക്കെ നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള നമ്മുടെ പരലോകത്തേക്ക് നന്മയുടെ തുലാസിൽ കനം തൂക്കാൻ ആവശ്യമായ ഹസനാത്തുകൾ സമ്പാദിക്കാൻ വേണ്ട ഇൽമ്, നമ്മുടെ പരലോകം രക്ഷപ്പെടുത്താനുള്ള തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള അറിവ് നമുക്ക് പഠിക്കാൻ സമയമില്ല, നമുക്ക് ഇരിക്കാൻ സമയമില്ല. എന്നിട്ട് വലിയ വലിയ വായിൽ ദീൻ സംസാരിക്കുന്ന പോലെ നമ്മൾ ഫിത്നകളുടെ പിന്നാലെ പാഞ്ഞാൽ ഈ ദുരന്തം നമ്മളെയും തേടിയെത്തും. ആർക്കും അള്ളാഹു നമുക്ക് ഉറപ്പ് വന്നിട്ടില്ല. നമ്മുടെ ഹിദായത്ത് മരണം വരെ ആർക്കും അള്ളാഹു ഉറപ്പ് വന്നിട്ട് അള്ളാഹിന്റെ കരങ്ങളിലാണ്. അതാണ് പറഞ്ഞത്, അൽ മഅസൂമു മൻ അസമഹുല്ലാഹ്, രക്ഷപ്പെടുന്നവൻ അള്ളാഹു സംരക്ഷിക്കുന്നവൻ മാത്രമാണ്. ആ സംരക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടണമെങ്കിൽ ഈ ജാതി ഫിത്നകളിൽ നമ്മൾ സുരക്ഷിതരായി സഞ്ചരിക്കണം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന സഈദ ലമൻ ജുന്നിബൽ ഫിതൻ, ഇന്ന സഈദ ലമൻ ജുന്നിബൽ ഫിതൻ, ഫിത്നകളിൽ നിന്ന് അകറ്റപ്പെടുന്നവൻ ആരാണോ, ഫിത്ന വന്നാൽ അതിന്റെ പിന്നാലെ പോയി എന്താണ് ഇത് പറയുന്നത് എന്നാലും നമ്മൾ അറിയണമല്ലോ, ഓർക്കും എന്താ പറയാനുള്ളത് കേൾക്കണമല്ലോ, ഓരോരുത്തർ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. എന്തെങ്കിലും പുതിയൊരു വിചിത്രമായ ആരും പറയാത്തൊരു സംഗതി ഒരാൾ പറഞ്ഞു, അതറിയണമല്ലോ, അത് കേൾക്കണമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫിത്നകളെ പറ്റി, വമൻ വജദ മിൻഹാ മൽജഅൻ ഔ മആദൻ ഫല്യഉദ് ബിഹി. ഫിത്നകൾ സംഭവിച്ചാൽ, ഒരു നാട്ടിലൊരു ഫിത്ന നടക്കുന്നുണ്ട്, അത് ഫിത്നയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് രക്ഷപ്പെട്ട് ഓടുകയാണ് വേണ്ടത്. അവിടെ പോയി തലയിട്ട് നോക്കലല്ല വേണ്ടത്. ആ ഫിത്നയിൽ സുരക്ഷിതമായ വല്ല ഇടവുമുണ്ടോ എന്നവൻ തേടുക. ഫല്യഉദ് ബിഹി, അവിടെ പോയി രക്ഷ പ്രാപിക്കുക, തന്റെ ദീനിനെ സംരക്ഷിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഫിത്നകൾ സംഭവിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിൽക്കുന്നവനേക്കാൾ ഇരിക്കുന്നവനായിരിക്കും ഖൈർ, നടക്കുന്നവനേക്കാൾ നിൽക്കുന്നവനായിരിക്കും ഖൈർ, ഓടുന്നവനേക്കാൾ വേഗത്തിൽ ഓടുന്നവനേക്കാൾ നടക്കുന്നവനായിരിക്കും ഖൈർ. എന്നിട്ടാണ് അത് ആ ഹദീസിന്റെ ബാക്കി ഭാഗത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ വജദ മിൻഹാ മൽജഅൻ, അതായത് ആ ഫിത്ന സംഭവിച്ചാൽ അവിടെ പോയി തലയിടൽ, ആ ഭാഗത്തേക്ക് പോകാതിരിക്കുക എന്നാണ്. എവിടെയാണോ അതില്ലാത്ത ഇടമുള്ളത് അവിടെ പോയി രക്ഷ തേടുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ നമ്മുടെ ആളുകൾ നേരെ തിരിച്ചാണ്, എവിടെ ഉള്ളത് അവിടെ പോയി എത്തി നോക്കിയിരിക്കും ഞാൻ. ഇതാണ് നമ്മളെ അവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, ദജ്ജാലിന്റെ ഫിത്ന, മുസ്ലിമീങ്ങൾ അനുഭവിക്കാനിരിക്കുന്ന ഏറ്റവും വലിയ ദുനിയാവിന്റെ ഫിത്നയാണ് ദജ്ജാലിന്റെ ഫിത്ന. എല്ലാ നിസ്കാരത്തിലും തശഹുദിൽ അവസാനം
നമ്മൾ ആ ഫിത്നയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ ചോദിക്കാൻ പഠിപ്പിച്ചു. ഇദാ തശഹദ അഹദുക്കും ഫല്യസ്തഇദ് ബില്ലാഹി മിൻ അർബഈൻ. നിങ്ങൾ തശഹുദ് നിർവഹിക്കുകയാണെങ്കിൽ നിസ്കാരത്തിൽ 4 കാര്യങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കും. ആ 4 കാര്യങ്ങൾ ഒന്നേതാണ്? മസീഹ് ദജ്ജാലിന്റെ ഫിത്നയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസീഹ് ദജ്ജാലിന്റെ ഫിത്ന പറഞ്ഞ സമയത്ത് എന്താ പറഞ്ഞു? മൻ സമിഅ ബിദ്ദജ്ജാൽ ഫൽയൻഅൻ. ദജ്ജാൽ നിങ്ങൾ കേട്ടാൽ അത് ദജ്ജാൽ എന്നു ഉറപ്പിക്കട്ടെ. ഒറ്റ കണ്ണുണ്ടോ? മരിച്ചവരെ ജീവിപ്പിക്കുന്നുണ്ടോ? ഇങ്ങനെ ദജ്ജാലിന്റെ ഫിത്ന കേട്ടാൽ നിങ്ങൾ ആ ദജ്ജാലിൽ നിന്ന് ഓടിയകലണം. ഈ ഹദീസിനെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞു, മൻ സമിഅ ബിഹി ഫീ മക്കാനിൻ ദഹബ ഇലാ ഗൈരിഹി. അവൻ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോവുക. ഫഇദാ കാന ഫിൽ മശ്രിഖി. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവൻ കിഴക്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കിഴക്കൻ നാട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ ദഹബ ഇലൽ മഗ്രിബ്, നീ പടിഞ്ഞാറ നാട്ടിലേക്ക് പോകുക. അവൻ പാശ്ചാത്യ നാട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ നീ പൗരസ്ത്യ ദേശത്തേക്ക് പോവുക. അത്രയും അകലം പാലിക്കണമെന്നാണ്. മശ്രിഖിന്റെയും മഗ്രിബിന്റെയും ഇടയിൽ അകലം പാലിക്കാൻ സാധിച്ചാൽ അങ്ങനെ നീ പോകണമെന്നാണ്. അൽ ഹദീസ് ഇൻ കാന അനി ദജ്ജാലി ഫഹുവ ആമുൻ ഫി ജമീഇൽ ഫിതൻ. ഈ ഹദീസ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് അകലണം എന്ന് പറഞ്ഞാണെങ്കിലും എല്ലാ ഫിത്നകളിൽ നിന്നും അകലാനുള്ള പൊതു നിയമമാണ് ഇതിലുള്ളത്. ഏതൊരു ഫിത്നയാകട്ടെ അതിൽ നിന്ന് നമ്മൾ ഓടി അകലുകയാണ് വേണ്ടത് സാധിക്കുന്നിടത്തോളം. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ നമുക്ക് ധാരാളം നിർദ്ദേശങ്ങൾ നൽകി. ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ എന്ന് പറഞ്ഞ് ഉലമാക്കൾ ഒരുപാട് കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ടുള്ള ഗ്രന്ഥങ്ങൾ തന്നെ രചിച്ചിട്ടുണ്ട്. ഇബ്നു ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, മൻ ഖാറബൽ ഫിത്നത ബഅദത് അൻഹു സലാമ വമൻ ഇദ്ദഅ الصبر വകില ഇലാ നഫ്സി വറുദ്ദ നദ്റത്തിൻ ലം തുനാദർ. ആരാണോ ഫിത്ന വന്നു കഴിഞ്ഞാൽ അതിനോട് അടുക്കുന്നത്, ഫിത്ന വന്നാൽ അതിനോട് അകലുന്നതിന് പകരം ഫിത്നയോട് അടുക്കുന്നവൻ ആരാണോ അവന് സലാമത്തിൽ നിന്ന് അകലും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സലാമത്ത് നൽകുകയില്ല. ആരാണോ ഫിത്ന വന്നാൽ എനിക്ക് അതിനെ നേരിടാനുള്ള സാമർഥ്യമുണ്ട്, ഞാനത് ഹക്ക് മനസ്സിലാക്കിയിട്ടാണ് പോണേ, എനിക്ക് ആ ഫിത്ന ഒന്നും ഉണ്ടാവില്ല, എന്നിട്ട് എന്താ സംഭവിക്കുക? വക്കില ഇലാ നഫ്സി, അള്ളാഹു അവന്റെ കാര്യം അവനിലേക്ക് തന്നെ ഏൽപ്പിച്ചെടുക്കും. അതാണ് ഖുദ്ലാൻ, അതാണ് തൗഫീഖ് തടയപ്പെടുന്ന അവസ്ഥ. അതാ പ്രശ്നം നിന്നെ ബാധിക്കാൻ പോണില്ല. അവരെ കൂടെ പോയാൽ അവരെ കേട്ടാൽ ഇന്നൊന്നും ബാധിക്കാൻ പോണില്ല. അങ്ങനെ പറഞ്ഞവരൊന്നും ഇന്ന് അവരെ കൂടെ പോകാതിരുന്നിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. വഖാല റഹിമഹുല്ലാഹ്, എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫഇയ്യാക അൻ തഗ്തറ ബിഅസ്മിക അലാ തർക്കിൽ ഹവാ മഅ മുഖാറബത്തിൽ ഫിത്ന. നീ ഫിത്നയോട് അടുക്കാൻ വേണ്ടി നിന്റെ ഹവയെ ഉപേക്ഷിക്കും എന്നുറച്ച തീരുമാനമെടുക്കുക. ഫിത്നയോട് അടുക്കാൻ നിന്റെ ഹവ നിന്നോട് മന്ത്രിക്കും. അതിൽ നിന്ന് നീ വിട്ടുനിൽക്കാൻ വേണ്ടി ദൃഢനിശ്ചയം ചെയ്യുക. നിന്റെ ആഗ്രഹങ്ങൾ, നിന്റെ മോഹങ്ങൾ ഫിത്നയിലേക്ക് അടുപ്പിക്കാതിരിക്കാൻ നീ ശ്രദ്ധിക്കുക. അത് നിന്നെ വഞ്ചിക്കരുത്. ഫഇന്നൽ ഹവ മകായിദ്, നിന്റെ മനസ്സിൽ തോന്നുന്ന അങ്ങനെ ആയിരിക്കും, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ എനിക്ക് സാധിക്കും, ഇത് നിന്നെ വഞ്ചിക്കുന്ന കുതന്ത്രങ്ങളാണ്. വകം മിൻ ശുജാഇൻ ഫിൽ ഹർബി യഗ്തീല ഫഅതാഹു മാ ലം യഹ്തസിബ്. എത്ര ധീരന്മാരാണ് അപ്രതീക്ഷിതമായി വാളുകൊണ്ടേറ്റ വെട്ടുകൊണ്ട് നിഷ്കരുണം കൊല ചെയ്യപ്പെട്ടത്. വലിയ ധീരന്മാരാണ്, വലിയ യോദ്ധാക്കളാണ്, പോരാളികളാണ്. അവർ പ്രതീക്ഷിക്കാതെ പിന്നിൽ നിന്ന് വെട്ടുകിട്ടി അവരുദ്ദേശിച്ച വിജയം നേടാതെ അവർ യുദ്ധക്കളത്തിൽ അടർന്നു വീണത്. അതുകൊണ്ട് നിന്റെ കഴിവും നിന്റെ മോഹങ്ങളും നിന്റെ സാമർഥ്യവും നിന്റെ ബുദ്ധിയും അവലംബമാക്കി നീ ഫിത്നകളോട് അടുക്കാൻ പോണ്ട, നീ വഞ്ചിക്കപ്പെടും എന്ന് അദ്ദേഹം പറയണം. ശേഷം അദ്ദേഹം പറയുന്നു, മാ റഅയ്തു ഫിത്നതൻ അഅ്ളമു മിൻ മുഖാറബത്തിൽ ഫിത്ന. ഫിത്ന വന്നു കഴിഞ്ഞാൽ ആ ഫിത്നയിൽ നിന്ന് അകലുന്നതിന് പകരം അതിനോട് അടുക്കുക എന്നതിനേക്കാൾ വലിയ ഫിത്നല്ലാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഫിത്ന ആണെന്ന് അറിഞ്ഞാൽ ആ ഫിത്നയിൽ നിന്ന് അകലുന്നതിന് പകരം അതിനോട് അടുക്കാൻ ശ്രമിക്കുക എന്നതിനേക്കാൾ വലിയ ഫിത്നയില്ല, ഞാൻ കണ്ടിട്ടില്ല എന്ന് ഇബ്നു ജൗസി റഹിമഹുല്ലാഹ് പറയാണ്. വഖല്ല അൻ യുഖാരിബഹ ഇല്ലാ മൻ യഖഉ ഫി. ആരൊക്കെ അതിനോട് അടുത്തിട്ടുണ്ടോ അതിൽ വീഴാത്തവർ വളരെ വിരളമാണ്, അവരതിൽ വീണുപോയിട്ടുണ്ട്. വമൻ ഹാമ ഹൗലൽ ഹിമാ യൂശികു അൻ യർതഅ ഫി. നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസിന്റെ ആശയം അദ്ദേഹം ഇവിടെ പറയാണ്. ആരാണോ സംരക്ഷണ വേലിക്ക് ചുറ്റും മേഞ്ഞു നടക്കുന്നത് അവനത് ഭേദിച്ച് വിലക്കപ്പെട്ടിടത്തേക്ക് പോകുമെന്നതിൽ സംശയമില്ല, അവനത് പോകാൻ സാധ്യത കൂടുതലാണ്
എന്ന് അദ്ദേഹം പറയാണ്. لا تلم من أرض النفس لما ليس يرضى غيره عند المهن لا تقرب عرفجا من لهب ومتى قربته صارت دخن لا تتبع النفس الهوى ودع التعرض للمحن إبليس حي لم يمت والعين باب للفتن. മുൻഗാമികളെ ചേർപ്പാടി. തീ ഇങ്ങനെ കത്തിക്കുമ്പോൾ ആ തീയിൽ നിന്ന് അഗ്നിയായി ജ്വലിക്കുന്ന ജ്വാലകളുണ്ടല്ലോ, ആ തീയുടെ തീപ്പാളികൾ, എന്താ അതിന് പറയാ, അതിന്റെ ജ്വാല, അതിന് വേറെന്താ പറയാ നാടൻ മലയാളത്തില്, തീപ്പൊരി. തീപ്പൊരി, അതിനാണ് ലഹബ് എന്ന് പറയുന്നത്. ജസാക്കല്ലാഹു ഖൈർ. അപ്പൊ തീ കത്തിക്കുമ്പോൾ ഈ പാറുന്ന പൊരികളുണ്ടല്ലോ, അതിന്റെ അടുത്ത് നിന്നാൽ വമതാ ഖറബ്തഹു സാറത് ദുഖൻ, നിന്റെ ശരീരത്തിൽ അത് പുകയുണ്ടാക്കും, കരി ഉണ്ടാക്കും, അതിൽ നിന്റെ വസ്ത്രത്തെ കരിച്ചു കളയും ഇല്ലേ. അതിനോട് എടുത്തുനിന്ന് കഴിഞ്ഞാൽ ബുദ്ധിയുള്ളവർ എന്താ ചെയ്യുക? ഹായ് തീയല്ലേ, പരമാവധി എടുക്കാൻ എന്നിട്ട് എടുക്കുക ചെയ്യുക. അകലെ ഇതുപോലെയാണ് ഫിത്തനാണ്. ആ ഫിത്തനയുടെ തീപ്പൊരികൾ കാണുമ്പോൾ ആവേശം കൊണ്ടിട്ട് അങ്ങോട്ട് പോവല്ല വേണ്ടത്, പേടിച്ചോടുകയാണ് ചെയ്യേണ്ടത്. നീ നിന്റെ നഫ്സിന്റെ ഹവയെ പിൻപറ്റി പാഞ്ഞേക്കരുത് ഫിത്തനയുടെ പിന്നാലെ. പരീക്ഷണങ്ങൾക്ക് നീ സ്വയം വശംവദനായി നിന്നു കൊടുക്കരുത്. ഇബ്ലീസു ഹയ്യുൻ ലം യമുത്, നിനക്കറിയില്ലേ ഇബ്ലീസ് ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടോ, മരിച്ചിട്ടില്ല. ഫിത്തനകൾ കൊണ്ട് ഖിയാമത്ത് നാൾ വരെ, നിന്റെ ഖിയാമത്ത് നിന്റെ മരണം വരെയാണ്, നിന്റെ പിന്നാലെ തന്നെ ഉണ്ടാവും. അവസാന ശ്വാസം വരെ നിന്റെ പിന്നാലെ ഉണ്ടാകും. വൽ ഐനു ബാബുൻ ലിൽ ഫിതൻ, നിന്റെ കണ്ണാണ് നിന്നെ ഫിത്തനയിലേക്ക് നയിക്കുന്ന പ്രധാന കവാടം എന്ന് മുൻഗാമികൾ നമ്മെ ഓർമ്മപ്പെടുത്താണ്. നോക്കൂ നിങ്ങൾ, എത്ര മനോഹരമായ വരികളാണ്. കോയക ഫൈസൽ ഹാഷിദിനെ കേട്ടിട്ടുണ്ട് നിങ്ങൾ? ഫൈസലുൽ ഹാഷിദി കേട്ടിട്ടില്ല? മൂപ്പര കിതാബാണ് കേട്ടോ അത്. മൂപ്പര് മുത്തമക്കിനായ, നിങ്ങൾ പഠിച്ചു നോക്കി, ഞാൻ ഏത് നാട്ടുകാരനൊന്നും പറയുന്നില്ല, അഹ്ലുസുന്നയുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഉലമാക്കളൊക്കെ അദ്ദേഹത്തെ കുറിച്ച് നല്ല നല്ല കനപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ കിതാബിന്റെ ഒരു പ്രത്യേകത, ബൈത്തുകൾ ഇങ്ങനെ വരും. ഏത് പോയിന്റ് എടുത്താലും കിതാബിനും സുന്നത്തിനും ഇസ്തിഹാദിനും വേണ്ടി മുപ്പര് എന്ത് ചെയ്യും, ബൈത്തുകൾ ഇങ്ങനെ കൊണ്ടുവരും. പലത് നമ്മൾ മനസ്സിലാവണില്ല, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യണതാ, നമുക്ക് തിരിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഫൈസലുൽ ഹാഷിദി നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് റിവ്യൂ ഉണ്ടാവും. ബാറക്കല്ലാഹു ഫീക വഫഖക്കല്ലാഹ്. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, മനിസ്തഹ്വദ അലൈഹിൽ ഹവാ വത്തിബാഉ ശഹവാത് ഇൻഖതഅത് അൻഹു മവാരിദു തൗഫീഖ്. ആരാണോ സ്വന്തം ഹവക്ക്, തന്നിഷ്ടത്തിന്, തോന്നിവാസത്തിന് കീഴടങ്ങിയവൻ, സ്വന്തം ദേഹേച്ഛകളെ പിൻപറ്റിയവൻ, അവൻ അള്ളാഹുവിന്റെ തൗഫീഖിന്റെ വാതായനങ്ങൾ കൊട്ടിയടക്കപ്പെടും. സഹോദരങ്ങളെ, ഇതാണ് വലിയ ഫിത്ന. നമ്മളെ തന്നിഷ്ടത്തെ ദീനിന് പകരം പിൻപറ്റുക, നമ്മുടെ ശഹവത്തുകളെ നമ്മൾ നമ്മുടെ മാർഗമായി സ്വീകരിക്കുക, ശഹവത്തുകൾക്ക് കീഴൊതുങ്ങുക. ഇത് അള്ളാഹുവിന്റെ തൗഫീഖ് തടയപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് താബിഈയായ അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര ഗൗരവത്തിലാണ് ഈ വിഷയത്തെ ആക്ഷേപിച്ചത്. സ്വന്തം ഹവയെ പിൻപറ്റുന്നവനെ പറ്റി അള്ളാഹ് എന്താ പറഞ്ഞത്? അറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാ, സ്വന്തം ഹവയെ ഇലാഹാക്കിയവനെ നീ കണ്ടുവോ? സ്വന്തം ഹവയെ പിൻപറ്റുന്നവൻ, ദീനിനപ്പുറത്ത് ഹവയെ പിൻപറ്റുന്നവൻ, ഹവയെ ദീനാക്കുന്നവൻ, അവന്റെ ഇലാഹായി സ്വന്തം ഹവയെ തന്നിഷ്ടത്തെ സ്ഥാപിച്ചേക്കാണ്. അള്ളാഹുവിനെ അവൻ എവിടെ കൊണ്ടുപോയി സ്ഥാപിച്ചു? അള്ളാഹുവിന്റെ ചോദ്യമാണത്, ഗൗരവമുള്ള ചോദ്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹവയെ പിൻപറ്റുന്നവരെ കുറിച്ച് പറഞ്ഞു, വല ഇൻ ഇത്തബഅത അഹ്വാഅഹും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നബിയെ താങ്കൾ അവരുടെ ഹവകളെ പിൻപറ്റുകയാണെങ്കിൽ, വല ഇൻ ഇത്തബഅത അഹ്വാഅഹും ബഅദ അല്ലദി ജാഅക മിനൽ ഇൽം, താങ്കൾക്ക് അള്ളാഹുവിനുള്ള വഹിയായി ഇൽമു വന്നെത്തിയിട്ടും താങ്കൾ അവരുടെ ഹവകളെ പിൻപറ്റുകയാണെങ്കിൽ, മാലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, അള്ളാഹുവിൽ നിന്നൊരു സഹായിയോ രക്ഷാധികാരിയോ താങ്കൾക്ക് ഉണ്ടാവുകയില്ല. അള്ളാന്റെ സഹായം ഉണ്ടാവില്ല. ആരെ വിളിച്ചിട്ടാണ് ഈ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിട്ടാണ് ഈ പറയുന്നത്. താങ്കൾക്ക് ഇൽമു വന്നെത്തിയിട്ട്, വഹീന്റെ വിജ്ഞാനം വന്നെത്തിയിട്ട് താങ്കൾ മുശ്രിക്കുകളുടെ, മുനാഫിക്കുകളുടെ, ദീനിന്റെ ശത്രുക്കളുടെ ഹവകളെ പിൻപറ്റുകയാണെങ്കിൽ, അല്ല താങ്കളുടെ സ്വഹാബത്തിന്റെ തന്നെയും തന്നിഷ്ടങ്ങളെ താങ്കൾ സ്വീകരിക്കുകയാണെങ്കിൽ, താങ്കൾക്ക് അള്ളാഹുവിന്റെ അടുത്ത് ഒരു സഹായം ഉണ്ടാവും, അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടാവില്ല. നമുക്ക് മുമ്പിൽ വളരെ വ്യക്തമാണ് അള്ളാഹുവിന്റെ ദീൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പകൽ വെളിച്ചം പോലെ,
സുവ്യക്തമായി, എളുപ്പമായി, കടുപ്പമില്ലാതെ, പെരുപ്പിക്കേണ്ട ആവശ്യമില്ലാതെ, ഒരു കീറാമുട്ടിയുമാകാതെ നേർബുദ്ധിയുള്ള സത്യസന്ധമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എളുപ്പത്തിൽ സ്വായത്തമാക്കാൻ പറ്റുന്ന അടിസ്ഥാനങ്ങളും ആധാരങ്ങളും ഉൾക്കൊള്ളുന്ന മനോഹരമായ ദീൻ, തൗഹീദിന്റെ അടിത്തറ പാകുന്ന നിസ്കാരവും നോമ്പും ഹജ്ജും അലങ്കാരം തീർക്കുന്ന പഞ്ചസ്തംഭങ്ങൾ അടങ്ങുന്ന ദീൻ, ഇതൊന്നും പഠിക്കാൻ നമുക്ക് സമയമില്ല. നമ്മുടെ നിസ്കാരം അത് നേരെ ചൊവ്വ സുന്നത്തിന് അനുഗുണമായി നിർവഹിക്കാൻ അത് പഠിക്കാൻ വരെ നമുക്ക് സമയമില്ല. നമ്മൾ ചെയ്യുന്ന കച്ചവടം, നമ്മൾ കച്ചവടക്കാനാണെങ്കിൽ ആ കച്ചവടത്തിലെ ഇസ്ലാമിക മസാലകളും വിധികളും പഠിക്കുന്ന നിർബന്ധമാണ്. അത് പഠിക്കാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊന്നും പഠിക്കാതെ അള്ളാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനങ്ങൾ നമ്മുടെ മുമ്പിൽ കേൾക്കാനും പഠിപ്പിക്കപ്പെടാനും നമ്മുടെ കാൽച്ചുവട്ടിൽ നമ്മൾ സ്ഥാപിച്ച മസ്ജിദിൽ അവസരമുണ്ടായിട്ടും നമുക്കതിന് താല്പര്യമില്ല. എന്നിട്ട് നമ്മളെ ജീവിതം ഇതൊന്നും കേൾക്കാനും പഠിക്കാനും നിൽക്കാതെ പിന്നെ നമ്മൾ ദീനും കൊണ്ട് നടക്കുകയാണെങ്കിൽ നമ്മൾ ഏത് ദീനാ പിന്നെ പിൻപറ്റുന്നത്? നമ്മൾ പിൻപറ്റുന്ന ദീന് പിന്നെ ഏതായിരിക്കും? പറയുങ്ങൾ നമ്മുടെ ഹവയല്ലാതെ മാലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. അള്ളാഹു പറയാണ്, എങ്കിൽ അള്ളാഹുവിന്റെ സഹായവും തൗഫീഖും നിങ്ങൾക്ക് ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ പറച്ചിൽ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ നിവേദനം ചെയ്യുന്ന ഹദീസിൽ പറഞ്ഞു, സലാത്തുൻ മുഹ്ലികാത്ത്, 3 നാശഹേതുകമായ കാര്യങ്ങൾ. 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അത് നിങ്ങളുടെ ദീനും ദുനിയാവും നശിപ്പിച്ചു കളയും. ഒന്ന്, ശുഹ്ഹുൻ മുതാ, അനുസരിക്കപ്പെടുന്ന പിശുക്ക്. പിശുക്കിനെ നമ്മൾ അനുസരിക്കുക, കൊടുക്കേണ്ടടുത്ത് കൊടുക്കാതിരിക്കുക, ചെലവഴിക്കേണ്ടടുത്ത് ചെലവഴിക്കാതിരിക്കുക. പിശുക്ക് തന്നെ അങ്ങ് പിശുക്കുക. ഇല്ലാഞ്ഞിട്ടല്ല, ഉള്ളതിൽ നിന്ന് പകുത്തു കൊടുക്കാൻ നമുക്ക് അറിയാഞ്ഞിട്ടല്ല. ഒരു 10 റുപ്യ ഒരു ദിവസം, അതിലൊരു ആഴ്ചയിലൊരിക്കൽ, മാസത്തിൽ 100 റുപ്യ കൊടുക്കാൻ വകയില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? മാസത്തിൽ 100 റുപ്യ നമ്മുടെ മസ്ജിദിലേക്ക് വരി ചേർക്കാൻ അതിന് മാത്രം സാമ്പത്തിക ശേഷിയില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? നമുക്കിവിടെ വരിസംഖ്യ ഉണ്ടോ? അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ 5 നേരം വന്ന് നിസ്കരിക്കുന്നു, നമ്മൾ ജുമാക്ക് വരുന്നു, അല്ലെ? മഴയും കാറ്റും കോളും നിൽക്കാതെ ശക്തമായ ചൂടിൽ ശീതീകരിച്ച എസിയുടെ ശീതളിമയിൽ നമ്മളിവിടെ ഇരിക്കുന്നു. നമ്മൾ വരുന്നു, നമ്മൾ ഇവിടുത്തെ കറണ്ടും വെള്ളവും വെളിച്ചൊക്കെ ഉപയോഗിക്കുന്നു. നമ്മൾ ഇവിടുത്തെ മാർദ്ദവമുള്ള കാർപ്പറ്റിൽ തലവെച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീഴുന്നു. ആ മസ്ജിദിനുണ്ട് ഒരു മാസം 100 റുപ്യ കൊടുക്കാൻ നമ്മളെടുത്തില്ലേ? ഞാൻ ആരെയും ചോദ്യം ചെയ്യല്ല കേട്ടോ. നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മൾ പിശുക്ക് നമ്മൾ എത്രയാണ് അനുസരിക്കുന്നത്? കുറഞ്ഞു പോകുന്നതാണ് നമ്മൾ പേടി. അള്ളാഹ് കൊടുത്താൽ കൂട്ടിത്തരുന്ന പറഞ്ഞത്. ഇന്ത്യയിലുള്ള കൊടുത്തു കഴിഞ്ഞാൽ കുറഞ്ഞു പോയാലോ? മക്കളെ പോറ്റണ്ടേ? കുടുംബത്തിന്റെ അന്നത്തിന്റെ വകയാണല്ലോ. ഇങ്ങനെ നമ്മൾ പിശുക്കിനെ അനുസരിക്കുന്നവരാകരുത്. ലുബ്ധത, പിശുക്ക്. വഹവൻ മുത്തബ, രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ പിൻപറ്റുന്ന നിന്റെ ഹവ. നീ ഇൽമും ദീനും ഹിദായത്തൊക്കെ വിട്ടിട്ട് അത് പഠിക്കാനോ അമലാക്കാനോ അത് കേൾക്കാനോ ഒരു സമയമില്ലാതെ പാഞ്ഞ് നീ നിന്റെ ദീനായി കൊണ്ടു നടക്കുന്ന, നീ പിൻപറ്റുന്ന നിന്റെ ഹവ, നിന്റെ തോന്നിവാസം, തന്നിഷ്ടം നിന്നെ നശിപ്പിക്കുന്നതാണ്. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ വിഷയം മുമ്പ് പറഞ്ഞതാ, ഇഅജാബുൽ മർഇ ബിനഫ്സി, ഇന്നലെ അവസാനം പറഞ്ഞു, സ്വന്തം നഫ്സിൽ അത്ഭുതം കൂടും. ഞാൻ വളരെ ഉഷാറാണ്. ആയിഷ ബിയോട് ചോദിച്ചില്ല, ആരാണ് ഏറ്റവും മോശമായ ആള്? ആയിഷ ബി എന്താ പറഞ്ഞു? ആരാണോ ഞാൻ ഏറ്റവും ഉഷാറാണെന്ന് വിചാരിക്കുന്ന അവനാണ് ഏറ്റവും മോശമായ ആള്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഞാൻ വളരെ ഉഷാറാണ്. എന്റെ ദീനിനെന്താ കുറവ്? ഞാൻ വളരെ ഉഷാറാണ്, എനിക്ക് നല്ല അമലുണ്ട്. ഞാൻ സ്വർഗത്തിൽ പോയില്ലെങ്കിൽ പിന്നെ ആര് പോകാനാണ്? ഈ വാർഡിൽ നിന്ന്, ഈ പഞ്ചായത്തിൽ നിന്ന്, ഈ പള്ളിയിൽ നിന്ന്. ഇങ്ങനെ സ്വന്തം അമലുകൾ, സ്വന്തം നന്മകളിൽ മതിപ്പുണ്ടാകുന്ന, സ്വയം അത്ഭുതം കൂറുന്ന അവസ്ഥ, ഇത് നമ്മളെ നശിപ്പിക്കുന്നതാണ്. അതിനെക്കുറിച്ച് നമ്മളെന്താ പറഞ്ഞു? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിനെ മുൻനിർത്തി എന്ത് പറഞ്ഞു? ഇയ്യാക നഅ്ബുദു എന്നത് അള്ളാഹുവിനോട് റിയാ വെക്കുന്നതിന് എതിരാണ്. ഇയ്യാക നഅ്ബുദു റിയാഇനെതിരാണ്. റിയാ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനോട് സൃഷ്ടികളെ പങ്കു ചേർക്കലാണ്. അള്ളാഹുവിനോട് സൃഷ്ടികളെ പങ്കു ചേർക്കലാണ് റിയാ. അത് ഇയ്യാക നഅ്ബുദിനെതിരാണ്. അള്ളാഹു നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യും, ഇതിനെതിരാണ്. സൃഷ്ടികൾ അള്ളാഹുവിനോട് പങ്കുവെക്കും. ഇയ്യാക നസ്തഈൻ എന്നതിനെതിരാണ് എന്ത്? ഉജുബുൻ നഫ്സ്. ഉജുബുൻ നഫ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തം നഫ്സിനെ അള്ളാഹുവിനോട് പങ്കുചേർക്കണം. അള്ളാഹിന്റെ സഹായം, അള്ളാഹുവിന്റെ തൗഫീഖൊന്നും എനിക്ക് ആവശ്യം.
എൻ്റെ കാര്യം എനിക്ക് ഞാൻ വളരെ ഉഷാറാണ്, ഞാനങ്ങ് കഴിച്ചിലാവും. ഈ വിചാരം ഉണ്ടല്ലോ, ഇത് അൽ ഇശ്റാഖു ബിൻ നഫ്സ്, അള്ളാഹുവിനോട് സ്വന്തം നഫ്സിനെ ശിർക്ക് വെക്കലാണ് എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്. അത് ഇയ്യാക നസ്തഈനെതിരാണ്. ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു നിന്നോട് മാത്രം ഞാൻ നിന്റെ സഹായം മാത്രം, നിന്റെ ഫദ്ൽ കൊണ്ട് എനിക്കൊരു കഴിവുമില്ല, എനിക്കൊരു മേന്മയുമില്ല, ഞാൻ അശക്തനാണ്, ഞാൻ ദുർബലനാണ്, ഞാൻ കഴിവുകെട്ടവനാണ്, നിന്റെ അടിമ മാത്രമാണ്. ഈ നിസ്സഹായത, അള്ളാഹുവിനോടുള്ള സഹായത്തേട്ടം, ഇത് സാധിക്കുന്നവൻ റുജുബില്ലാത്തവനാണ്. അത് സാധിക്കാതെ പോകുന്നവൻ അള്ളാഹുവിനോട് നഫ്സിനെ ശിർക്ക് വെക്കുന്നവനാണെന്നാണ്. ഇതാണ് മൂന്നാമത്തെ കാര്യം. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളിൽ ഒന്നായി ഹവയെ പിൻപറ്റുന്ന അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി. മഹാനായ ഇബ്നു റജബ് അൽ ഹംബലി ഈ ഇബാറത്തുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നത്. ഇന്ന ജമീഅൽ മആസി തൻശഉ മിൻ തഖ്ദീമി ഹവ അൻ-നഫ്സി അലാ മഹബ്ബത്തില്ലാഹി വറസൂലിഹി. ശ്രദ്ധിക്കണം, മുഴുവൻ തിന്മകളും, മനുഷ്യന്മാർ ചെയ്യുന്ന മുഴുവൻ തിന്മകളും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, ഉടലെടുക്കുന്നത്? മിൻ തഖ്ദീമി ഹവ അൻ-നഫ്സി അലാ മഹബ്ബത്തില്ലാഹി വറസൂലിഹി, അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള ഇഷ്ടത്തെക്കാൾ സ്വന്തം നഫ്സിന്റെ ഹവയെ മുന്നിൽ വെക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുള്ള ഇഷ്ടത്തെക്കാൾ സ്വന്തം തോന്നിവാസങ്ങളെ മുന്നിൽ വെക്കുക, അതിന് പ്രയോറിറ്റി കൊടുക്കുമ്പോഴാണ് സകല തിന്മകളും ഇവിടെ ഉടലെടുക്കുന്നത്. വഖദ് വസഫ അല്ലാഹുൽ മുശ്രിക്കീന ബിത്തിബാഇൽ ഹവാ ഫീ മവാദിഅ മിൻ കിതാബി, അല്ലാഹു മുശ്രിക്കീങ്ങളെ ഖുർആനിൽ ധാരാളം ഇടങ്ങളിൽ അവരവരുടെ ഹവയെ പിൻപറ്റുന്നവരാണ് എന്ന് വിശേഷിപ്പിച്ചു. അല്ലാഹു പറഞ്ഞില്ലേ, ഫഇല്ലം യസ്തജീബു ലക, നബിയെ താങ്കൾക്ക് അവർ ഉത്തരം ചെയ്തിട്ടില്ലെങ്കിൽ ഫഅലം അന്നമാ യതബിഊന അഹ്വാഅഹും, മനസ്സിലാക്കേണ്ടത് എന്താണ്, അവരവരുടെ ഹവയാണ് പിൻപറ്റുന്നത്. ഈ വിഷയത്തിൽ നമ്മളൊരു ഖുത്ബ തന്നെ നടത്തിയിരുന്നു കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച. വമൻ അദല്ലു മിമ്മൻ ഇത്തബഅ ഹവാഹു ബിഗൈരി ഹുദൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ ഹുദയെ കൈവിട്ട് അള്ളാന്റെ ഹുദയും റസൂലുള്ളാഹിയുടെ സുന്നത്ത് അവർക്ക് ആവശ്യമില്ല, എന്നിട്ടവർ അത് കൈയൊഴിഞ്ഞ് ജീവിക്കുക. പിന്നെ ഏത് രൂപത്തിലായിരിക്കും? സ്വന്തം ഹവയെ പിൻപറ്റി. അങ്ങനെ സ്വന്തം ഹവയെ പിൻപറ്റുന്നവരെക്കാൾ വഴികെട്ടവരാരുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറയാം. മുശ്രിക്കീങ്ങളെ കുറിച്ച്, മുശ്രിക്കീങ്ങളുടെ വിശേഷണമാണത്, ഹവയെ പിൻപറ്റുക എന്നുള്ളത്. വകദാലിക്കൽ ബിദ്അ, അതുപോലെ തന്നെ. അപ്പോൾ തിന്മകളുടെ കാര്യം നമ്മൾ പറഞ്ഞു. മുഴുവൻ തിന്മകളും സംഭവിക്കുന്ന എന്ത് കാരണത്താലാണ്? അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുള്ള ഇഷ്ടത്തെക്കാൾ സ്വന്തം ഹവയെ മുന്നിൽ വെക്കുന്നതുകൊണ്ട്. വകദാലിക്കൽ ബിദ്അ, മുഴുവൻ ബിദ്അത്തുകളും സംഭവിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇന്നമാ തൻശഉ മിൻ തഖദീമിൽ ഹവ അല ശർഅ, അള്ളാന്റെ ശർഇനേക്കാൾ, ദീനിന്റെ മതനിയമങ്ങളെക്കാൾ, ഖണ്ഡിതമായ തെളിവുകൾ കൊണ്ട് സുസ്ഥാപിതമായ ദീനിന്റെ വിധിവിലക്കുകളെക്കാൾ സ്വന്തം ഹവയെ തനിക്ക് തോന്നിയതൊക്കെ ചെയ്യാം നന്മയായി. തനിക്ക് സ്വലാത്തല്ലേ, ദിക്റല്ലേ, നല്ലതല്ലേ, കൂലിയുള്ള കാര്യമല്ലേ, റസൂലുള്ളാഹിനുള്ള സ്നേഹമല്ലേ, മൗലൂദല്ലേ, റാത്തീബല്ലേ, ഭക്ഷണം കൊടുക്കലല്ലേ, അന്നവിതരണമല്ലേ, അല്ലേ, ആണ്ടല്ലേ, നേർച്ചയല്ലേ, ഇങ്ങനെ ശർഇലെ മാനദണ്ഡങ്ങൾക്കപ്പുറത്ത് സ്വന്തം തോന്നുന്ന ഹവക്കടിസ്ഥാനത്തിൽ ദീനിന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും മുന്നിൽ വെക്കുമ്പോഴാണ് അവിടെയും ഹവ തന്നെയാണ് കാരണം. മാസിയത്തിനും ബിദ്അത്തിനും അതിന്റെ വളർച്ചയ്ക്ക് പോഷണം നൽകുന്ന ഹവയാണ്. വലിഹാദാ യുസമ്മ അഹ്ലുഹ അഹ്ലുൽ അഹ്വാ, അതുകൊണ്ട് സലഫുകൾ ബിദ്അത്തുകാരെ അഹ്ലുൽ ബിദ്അ എന്നും പറയാറുണ്ട്, അഹ്ലുൽ അഹ്വാ എന്നും പറയാറ്. കാരണം ബിദ്അത്ത് എന്തുകൊണ്ടാണ് ഉടലെടുക്കുന്നത്? ഖുർആനും സുന്നത്തും അവരെടുത്തില്ല, അവരെ ഹവ കൊണ്ടാണ് അവർ ദീനുണ്ടാക്കുന്നത്, നന്മയായി കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്, ഹവയാണത്. വകദാലിക്കൽ മആസി, അപ്രകാരം തന്നെയാണ് തിന്മകളുടെയും കഥ. ഇന്നമാ തഖഉ മിൻ തഖദീമിൽ ഹവ അലാ മഹബ്ബത്തില്ലാഹി വ മഹബ്ബത്തി മാ യുഹിബ്ബുഹു. നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടും അല്ലാഹുവിന്റെ ദീനിനോടുമുള്ള ഇഷ്ടത്തെക്കാൾ തന്റെ ഹവയെ മുന്നിൽ വെക്കുക. അതുപോലെ തന്നെ താൻ ഇഷ്ടപ്പെടുന്നവരുടെ ഇഷ്ടത്തെ, അവരുടെ ഇഷ്ടം അള്ളാന്റെ റസൂലിന്റെ ഇഷ്ടത്തിനോട് എതിരാണെങ്കിൽ ശരി, അല്ലേ? കുടുംബക്കാരങ്ങനെ പറഞ്ഞു, ഈ താടി ഇത് ചെയ്യലില്ല മോനെ, അത് പഠിച്ചാളാ. ഏത് കാലത്താണ് ജീവിക്കുന്നത്? എന്തിനാണ് ഈ നെരിയാണിക്ക് മേലെ അങ്ങനെ പേനിട്ട് നടക്കുന്നത്? ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന കുട്ടികളിടോ, എനിക്ക് പെണ്ണ് കിട്ടലിടോ, ഇങ്ങനെ ഒന്ന് നോക്കിക്കോളി, ഇങ്ങനെ പല ജാതി വർത്താനം പറയും. അപ്പോ വീട്ടുകാരുടെ ഹവ, വീട്ടുകാരുടെ ഇഷ്ടം, അള്ളാന്റെ റസൂലിന്റെ ഇഷ്ടത്തിനൊന്നല്ല പ്രാധാന്യം. ഇങ്ങനെ തിന്മകൾ സംഭവിക്കും. വമൻ കാന ഹുബ്ബുഹു വബുഗ്ദുഹു വഅതാഉഹു വമൻഉഹു ലിഹവാ നഫ്സിഹി, ആരുടെ സ്നേഹമാണോ വെറുപ്പാണോ നൽകലാണോ തടയലാണോ സ്വന്തം ഹവയെ പിൻപറ്റിക്കൊണ്ടായത്,
കാന ദാലിക നഖ്സൻ ഫി ഈമാനിഹിൽ വാജിബ്, അവന്റെ നിർബന്ധമായ ഈമാനിലുള്ള വീഴ്ചയാണ്, കുറവാണത്. ഫയജിബു അലൈഹി തൗബതു മിൻ ദാലിക്, അവൻ അതിൽ നിന്ന് തൗബ ചെയ്തു മടങ്ങൽ നിർബന്ധമാണ്. കാരണം ആരുടെ ഇഷ്ടത്തെക്കാളും, തന്റെ സ്വന്തം നഫ്സിന്റെ ഇഷ്ടത്തെക്കാളും അവന് അള്ളാന്റെ റസൂലിന്റെയും ഇഷ്ടത്തെ മുന്നിൽ വെക്കൽ നിർബന്ധമാണ്. നിർബന്ധമായ ഈമാനിന്റെ വാജിബായ ബാധ്യതയാണ്. അപ്പോ അതിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അവൻ അതിൽ തൗബ ചെയ്ത് ഈമാനിനെ നന്നാക്കി പുതുക്കി മടങ്ങണം. വറുജൂഉ ഇല ഇത്തിബാഇ മാ ജാഅ ബിഹി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂൽ കൊണ്ടുവന്ന സുന്നത്തിനെ ഇത്തിബാ ചെയ്യാൻ അവൻ മടങ്ങണം. മിൻ തഖ്ദീമി മഹബ്ബത്തില്ലാഹി വറസൂലിഹി, അള്ളാന്റെ റസൂലിന്റെയും ഇഷ്ടങ്ങളെ അവൻ മുന്നിൽ വെക്കണം. വമാ ഫീഹി റിളല്ലാഹി വറസൂലിഹി, അതിലാണ് അള്ളാന്റെ റസൂലിന്റെയും തൃപ്തിയുള്ളത്. അലാ ഹവൻ നഫ്സി വമുറാദാതിഹി കുല്ലിഹ, തന്റെ ഇഷ്ടങ്ങളെക്കാൾ ആഗ്രഹങ്ങളെക്കാൾ അവൻ അള്ളാഹുവിന്റെയും റസൂലിന്റെയും തൃപ്തി അതിന്റെ മുന്നിൽ വെക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ മുഅല്ലിമി റഹിമഹുല്ലാ, യഹ്യൽ മുഅല്ലിമി അല്ലേ, യഹ്യൽ മുഅല്ലിമി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, അമ്മാ മൻ കരിഹൽ ഹഖ്ഖ വസ്തസ്ലമ ലിൽ ഹവാ ഫഇന്നമാ യസ്തഹിഖു അൻ യസീദഹു അല്ലാഹു ളലാലൻ. ആരാണോ സത്യത്തെ വെറുക്കുന്നത്, സ്വന്തം തന്നിഷ്ടങ്ങളെ ദീനായി പിൻപറ്റി അതിന് കീഴൊതുങ്ങി ജീവിക്കും. എന്റെ ദീൻ ഏതാണ്? എന്റെ തോന്നിയ എനിക്ക് തോന്നിയതനുസരിച്ച് ഞാൻ ജീവിക്കോളൂ. നീ ആര് പറയാം? ഖുർആനോ സുന്നത്തോ? എനിക്ക് തോന്നിയതനുസരിച്ച് ഞാൻ ജീവിക്കും, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്ന വർത്തമാനം ഉണ്ടല്ലോ, ഹക്കിനെ എതിർത്ത് വെറുത്ത് ഹവയെ പിൻപറ്റുന്ന വർത്തമാനം, നടപടി. ഫഇന്നമാ യസ്തഹിഖു അൻ യസീദഹു അല്ലാഹു ളലാലൻ, അവന് വഴികേടും ളലാലത്തുമല്ലാതെ അള്ളാഹു ഒന്നും വർദ്ധിപ്പിച്ചു നൽകുകയില്ല. അവൻ അങ്ങനെ ജീവിക്കുന്നിടത്തോളം അവന്റെ ളലാലത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹുവിന്റെ തൗഫീഖ് അവന് ലഭിക്കുകയില്ല. അപ്പോൾ അള്ളാഹുവിന്റെ തൗഫീഖ് അതിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് ഇത്തിബാഉൽ ഹവ. ഒരു വാചകം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒരു അറാബി ഒരിക്കൽ പറഞ്ഞു, അൽ ഹവ ഹവാനുൻ വലാകിൻ ഉലിത ബിസ്മിഹി. ഹവ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഹവാനാണ്, നിന്ദ്യത, അപമാനം, പതിത്വം, വഷളത്തരം. സ്വന്തം ഹവയെ തോന്നിവാസത്തെ പിൻപറ്റുക എന്നുള്ളത് അതിനേക്കാൾ വലിയ വഷളത്തരല്ല, അതിനേക്കാൾ വലിയ മാനക്കേടില്ല. യഥാർത്ഥത്തിൽ ഹവ എന്നുള്ളത് ഹവാനാണ്, അതിന്റെ താല്പര്യം അതാണ്. വലാകിൻ ഉലിത ബിസ്മിഹി, ആ പദപ്രയോഗം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞതാണ്, ആ പദം ശരിക്കും മാറി മറിഞ്ഞതാണ്. ഹവ ഹവാനാണ് ആവേണ്ടത്. എന്നിട്ട് അദ്ദേഹം ഒരു കവിയുടെ വാചകം അതിന് തെളിവായി കൊണ്ടുവരാണ്. ഇന്നൽ ഹവാന ഹുവൽ ഹവ ഖുലിബ ഇസ്മുഹു ഫഇദാ ഹവൈത ഫഖദ് ലഖീത ഹവാന. പതിത്വം, അപമാനം, മാനക്കേട് എന്ന് പറഞ്ഞാൽ അത് ഹവയെ പിൻപറ്റലാണ്. യഥാർത്ഥത്തിൽ ആ പദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞതാണ്. ഫഇദാ ഹവൈത ഫഖദ് ലഖീത ഹവാന. കാരണം എന്താ? നീ നിന്റെ തന്നിഷ്ടത്തെ പിൻപറ്റി ജീവിച്ചാൽ നീ നാളെ നിന്ദനായി, അപമാനിതനായി, മാനം കെട്ടവനായി മാറുന്നത് നിനക്ക് തന്നെ കാണാൻ സാധിക്കും. അതുകൊണ്ട് പദങ്ങൾ മാറി മറിഞ്ഞാണ്. യഥാർത്ഥത്തിൽ ഹവ എന്നുള്ളത് ഹവാനാണ്. തന്നിഷ്ടത്തെ പിൻപറ്റുന്നതിനേക്കാൾ വലിയ മാനക്കേടും അപമാനവും നിന്ദ്യതയും പതിത്വവും വഷളത്തരവുമില്ല. കാരണം അത് അള്ളാഹുവിന്റെ തൗഫീഖ് തടയപ്പെടാൻ വലിയ കാരണമാണ്. അള്ളാഹിന്റെ തൗഫീഖ് ലഭിച്ചവന് പിന്നെ എങ്ങനെ മാനം ഉണ്ടാവാനാണ്? തൗഫീഖ് ലഭിക്കാത്തവന്, അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കാത്തവൻ എങ്ങനെ ഇജ്ജത്തുണ്ടാകാനാണ്? എങ്ങനെ അവൻ വഷളാകാൻ? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു വെച്ചു, അള്ളാഹു അപമാനിച്ചവൻ ആര് ബഹുമാനിക്കാനാണ്? അള്ളാഹു ബഹുമാനിച്ചവൻ ആര് അപമാനിക്കാനാണ്? അള്ളാഹു അപമാനിക്കുന്നവൻ ഹവയെ പിൻപറ്റുന്നവനാണ്, അള്ളാഹു ബഹുമാനിക്കുന്നവൻ ശറഅനെ പിൻപറ്റുന്നവനാണ്, അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിച്ചവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും.